ഞാൻ JR റെജി മത്തായി, സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു. എനിക്ക് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. കാരണം നമ്മളെപ്പോലെ എന്നെപ്പോലെ നേഴ്സായിട്ട് നാട്ടിൽ പഠിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ച് നേഴ്സായിട്ട് പഠിച്ച് ഇവിടെ വന്ന് നേഴ്സിങ്ങിൻ്റെ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷനിൽ എത്തി എന്ന് മാത്രമല്ല, തൻ്റെ ആ എഡ്യൂക്കേഷൻ തനിക്കും തൻ്റെ ചുറ്റുമുള്ളവർക്കും പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്കും പ്രയോജനം ആകത്തക്ക വിധത്തിൽ എന്തെല്ലാം രീതിയിലാണ് ഡോക്ടർ ജിജി വർഗീസ് ചെയ്യുന്നതെന്നും അത് എത്ര പേർക്ക് ഉപകാരപ്രദമാകുന്നെന്നും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അതായത് നാട്ടിലെ നേഴ്സിംഗ് പഠനവും അമേരിക്കയിലെ നേഴ്സിംഗ് പഠനവും കമ്പയർ ചെയ്ത് ഒരാൾ അമേരിക്കയിലോട്ട് വരണമെന്നും അമേരിക്കയിൽ വർക്ക് ചെയ്യണമെന്നും ആഗ്രഹമുള്ള ഒരാൾ തൻ്റെ നേഴ്സിംഗ് പഠനം ഏതെല്ലാം രീതിയിലാണ് അഡ്വാൻസ് ചെയ്യേണ്ടത് എന്നും നമ്മളോടിപ്പം ഡോക്ടർ ജിജി വർഗീസ് സംസാരിക്കുന്നതായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ജിജി വർഗീസിനെ പറ്റി പറയാനാണെങ്കിൽ വളരെയുണ്ട്. അതായത് എനിക്ക് കുറച്ച് സമയം പുള്ളിയുടെ ചെറുപ്പകാലമൊക്കെ സംസാരിക്കാൻ പറ്റി. വളരെ രസകരമായ കഷ്ടപ്പാടിൻ്റെയും അതിനേക്കാൾ ഉപരി ടോർച്ചറിങ്ങിൻ്റെയും അതുപോലെ തന്നെ അതെല്ലാം വളരെ രസകരമായിട്ട് പോസിറ്റീവായിട്ട് മോട്ടിവേഷൻ ചെയ്ത്, അതായത് ഓരോ പ്രാവശ്യവും തന്നെ താഴ്ത്തി കെട്ടുമ്പോൾ അതിൽ നിന്ന് അതിജീവിച്ച് അതിൽ താഴ്ന്നു പോകാതെ ഇത് ഞാൻ എൻ്റെ കഴിവ് കാണിക്കും, ഇത് ഞാൻ നേടിയെടുക്കും, ആ വാശിയിൽ ഇത്രത്തോളം എത്തിയ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ഒത്തിരി നന്ദി. നമ്മൾക്ക് ഇനി ഡോക്ടർ ജിജി വർഗീസിൽ നിന്ന് കേൾക്കാം എങ്ങനെയായിരുന്നു ഇവിടെ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള നേഴ്സിംഗ് ലൈഫ് എങ്ങനെയായിരുന്നു. തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്ന് ഒരാൾ ഇന്ത്യൻ നഴ്സസ്, സ്പെഷ്യലി എനി ഫോറിൻ നഴ്സസ് ദേ സ്ട്രഗിൾ. പക്ഷേ ഇന്ത്യൻ നഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നഴ്സിംഗ് പ്രൊഫഷനിൽ ഒരുവിധം നന്നായിട്ട് പഠിച്ച് നല്ല പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉണ്ട് ഇന്ത്യയിൽ പഠിക്കുന്നവർക്ക്. പ്രത്യേകിച്ച് ട്രഡീഷണൽ നഴ്സിംഗ് സ്കൂളിലൊക്കെ പഠിക്കുന്നവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഉണ്ട്, തിയറി എക്സ്പീരിയൻസും ഉണ്ട്, തറോ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ തിയറി കൺസെപ്റ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. നമ്മൾ ഇന്ത്യയിൽ ഒരു ഡോക്ടറിൻ്റെ അസിസ്റ്റൻറ്റ്, എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഇത്രയും തിയറി പഠിക്കുന്നു, തിയറി പഠിച്ചാലും എന്തോ എല്ലാം കാണാതെ പഠിക്കുന്നു, എസ്സേ ആയിട്ട് റൈറ്റ് ചെയ്യുന്നു. ഒരു മെമ്മറൈസേഷൻ ലെവലിന് അപ്പുറത്തോട്ട് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഇതുവരെയും വന്നിട്ടില്ല എന്നത് ഒരു ഇറ്റ്സ് എ സാഡ് ആസ്പെക്ട്. സ്റ്റിൽ ഇൻ നഴ്സിംഗ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. മേ ബി DPAP അണ്ടർ ഗ്രാഡ് എന്തൊക്കെയോ നമ്മൾ ന്യൂസിൽ കേൾക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഇന്ത്യയിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്. പക്ഷെ നഴ്സിംഗിന് ഇപ്പോഴും മെമ്മറൈസേഷൻ ഇസ് എ വെരി ലോ ലെവൽ ഓഫ് ലേണിംഗ്. ഇൻ അമേരിക്കൻ കൺസെപ്റ്റ് ദാറ്റ്സ് എ വെരി ലോ ലെവൽ ഓഫ് ലേണിംഗ്. നമ്മുടെ നാട്ടിൽ ഒരാൾ മെമ്മറൈസ് ചെയ്ത് കംപ്ലീറ്റ് ആ പദ്യമൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് സ്മാർട്ട്, അല്ലേ? ഒരു പക്ഷേ ദൈവം എന്നെ ഈ കൺട്രി കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് ഈ പഠിക്കാൻ അറിയാത്ത ഞാൻ ഇവിടെ മെമ്മറൈസേഷൻ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ സർവൈവ് ചെയ്തു, ഇന്നത്തെ ഞാനായി. വൺ ഓഫ് ദ ആസ്പെക്ട്, ഇറ്റ്സ് ഓൾ ഗ്ലോറി ഓഫ് ഗോഡ്. എന്നാലും സോ അത് ഞാൻ പഠിച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ജോലി ചെയ്തപ്പോൾ ഒരു നഴ്സിംഗ് ഹോമിലാണ് ജോലി ചെയ്തത്. അവിടെ ഒരു ഏജൻസി എന്നെ കൊണ്ട്, ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഭയങ്കര ഒരു ഇമിഗ്രൻ്റ് ആയിട്ട്, ഞാൻ ഇച്ചിരി ആരോഗൻ പേഴ്സണാലിറ്റിയാണ്. എനിക്ക് എൻ്റെ ഫാമിലിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമാണെങ്കിലും എനിക്ക് സപ്പോർട്ട് ചോദിക്കാൻ ഇഷ്ടമില്ലായിരുന്നു ആ സമയങ്ങളിൽ. അതായത് പുതുതായിട്ട് വന്ന അവരെല്ലാം വർഷങ്ങളായിട്ട് ഇവിടെ അമേരിക്ക സെറ്റിലായിരിക്കുന്നു. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നും ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു മടി. ആ ഒരു മടിയുള്ളതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് $25 per hour ആണ് ശമ്പളം കിട്ടിയത്. നഴ്സിംഗ് ഹോം they force us to work 80 hours with no overtime. No overtime but mandatory. ആ ഏജന്റ് വന്ന് വീട്ടിന്റെ മുമ്പിൽ വന്ന് നിർത്തും, വണ്ടി നിർത്തിയിട്ട് കയറാൻ പറയും. 102 degree ടെമ്പറേച്ചർ, ഫീവർ ഉണ്ട്, മുട്ടപ്പസനോ ഉള്ളപ്പം എന്നെ ഫോഴ്സ് ചെയ്ത് കയറ്റി നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിടും. എന്നിട്ട് ഡബിൾ ഷിഫ്റ്റ്. ഇങ്ങനൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഇനിഷ്യൽ ടൈമല്ലേ, ഞാൻ നല്ല ഒരു ഫൈനാൻഷ്യലി വെൽ ടു ഡു ഫാമിലിയിൽ നിന്ന് ഇവിടെ വന്ന് കഷ്ടപ്പാട് എന്താണെന്ന് അറിഞ്ഞൊരു വ്യക്തിയാണ്. അതായത് ഇവിടെ ഫസ്റ്റ് എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ മൂവ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഇവിടെ വന്നേ പിന്നെ അപ്പാർട്ട്മെന്റ് നമ്മുടെ ആദ്യത്തെ പേ ചെക്കിന്ന് ഒരു അപ്പാർട്ട്മെന്റ് ഗൾഫിൽ നിന്നല്ല വരുന്നത്, ഇന്ത്യയിൽ നിന്ന് എൻ്റെ സേവിങ് കൺവേർട്ട് ചെയ്ത് ഡോളറാക്കി ഞാൻ സേഫാക്കി വെച്ചതുണ്ട്. അല്ലാതെ വേറെ ഒന്നും ഇല്ല. എനിക്ക് ആരോടും ചോദിക്കാനും മടി. ബ്രദേഴ്സ് എങ്ങാണ്ട് ഒരു $1,000 എങ്ങാണ്ട് കൈ തന്നു, അതേ ഉള്ളു കയ്യിൽ. എനിവേ അതെല്ലാം വെച്ചൊരു അപ്പാർട്ട്മെന്റ് ഡൗൺ കൊടുത്തു. പിന്നെ ഈ $25 ഇതിൽ പിൻ ടു പിയാനോ ഐ ഹാവ് ടു ഹാൻഡിൽ. ആദ്യത്തെ അപ്പാർട്ട്മെന്റിൽ അതുമല്ല, ഇനി നാട്ടിൽ ഹസ്ബൻഡ് ഫാമിലീസ് എല്ലാം നാട്ടിലാണ്. അപ്പൊ അവിടെ നമുക്കൊരു കേർട്ടസി ഇല്ലേ, വി ഹാവ് ടു ഹെൽപ്പ് സംതിങ്. ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ
അതും എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ആ ഒരു പ്രോബ്ലം ആയിരുന്നു. ഹസ്ബൻഡ് വന്നിട്ട് ജോലി കിട്ടിയില്ല. ലാംഗ്വേജ് പുള്ളിക്ക് ഇച്ചിരി പ്രയാസമാണ്. ലാംഗ്വേജ് ഒരു ഇല്ലാത്തതുകൊണ്ട് അധികം ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ അതും കോമ്പൻസേറ്റ് ചെയ്ത് എനിക്ക് ഓവർ ടൈം എടുക്കുകയും വേണം എക്സ്ട്രാ. അതുകൊണ്ട് ഇവർ വിളിക്കുമ്പോൾ ഞാൻ മിണ്ടാതെ പോകും. ഐ ഡോണ്ട് നോ ദേ ഹാവ് ടു ഗിവ് ടൈം ആൻഡ് ഹാഫ്. അതൊരു ലോ ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവർ 120 hours ജോലി ചെയ്യിപ്പിച്ചാലും മിണ്ടാതെ പോകും. അപ്പൊ അവരപ്പോ ഓവർ ടൈം തന്നില്ല. They were not giving time and half or no overtime, nothing. Okay. വിളിക്കും, പോകണം. രാവിലെ കൊണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്യും. എനിക്ക് കാറ് മേടിച്ചെങ്കിൽ ഈ സാധനം ഓടിക്കാൻ അറിയത്തില്ല. അവർ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും, വരും. എന്നിട്ട് ഹോസ്പിറ്റലുകാർ തന്നെ വണ്ടി വിടുവോ? ഏജന്റ് ഒരു രാത്രി വന്ന് കൊണ്ടുവരും. അങ്ങനെ ചെയ്തു. ഡേ ചെയ്യുന്ന രാവിലെ 6:45 അവിടെ ചെന്നാല് നൈറ്റില് അറിയത്തില്ലല്ലോ, ഡോക്യുമെന്റേഷൻ 12 midnight ആകുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത്. അവർ കുറെ പേരെ ഇങ്ങനെ കൊണ്ട് അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ചെയ്തോളും. അങ്ങനെ ചെയ്ത് പിന്നെ ഞാൻ വിളിച്ച് ഈ കാറ് മുമ്പിൽ കിടക്കുമല്ലേ, എനിക്ക് പഠിക്കണം. സോ ഐ ലേൺ ഡ്രൈവിംഗ്. I don't want to go to a lot of stories. Anyway, it was a dramatic story. I learned driving. I struggled through it. Slowly started building up. അങ്ങനെ അപ്പോൾ എനിക്ക് പഠിത്തത്തിനെ കുറിച്ചൊരു പാഷൻ ഉള്ളതുകൊണ്ട് ഐ ട്രൈഡ് അഡ്മിഷൻ ട്രൈ ചെയ്ത് യുമാസിൽ അഡ്മിഷൻ എടുത്തപ്പം പൈസ ഇല്ല മാസ്റ്റേഴ്സിന്. ഗ്രീൻ കാർഡേ ഉള്ളൂ. അന്നേരം അഡ്മിഷൻ കൗൺസിലർ പറഞ്ഞു, നോ യു ആർ ന്യൂ ടു ദിസ് കൺട്രി, യു ഡോണ്ട് ഗെറ്റ് ഫൈനാൻഷ്യൽ FAFSA കിട്ടത്തില്ല. ഇഫ് യു ആർ വില്ലിംഗ് ടു പേ ഫുൾ ബൈ യുവർ സെൽഫ് യു ക്യാൻ ഗെറ്റ് അഡ്മിഷൻ. എനിക്ക് അത് പറ്റത്തില്ല, കാരണം അങ്ങനെ ഒരു പ്രശ്നം വന്ന് 6 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അത് പറ്റത്തില്ല, അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല. അത് നഴ്സ് പ്രാക്ടീഷണറായിട്ട് എടുക്കാം, അക്യൂട്ട് കെയർ നഴ്സ് പ്രാക്ടീഷണർ, ക്രിട്ടിക്കൽ കെയർ നഴ്സ് പ്രാക്ടീഷണർ. അന്ന് അത് യുമാസ്, ഇപ്പോൾ അത് അക്യൂട്ട് കെയറേ ഉള്ളൂ. അന്ന് ക്രിട്ടിക്കൽ കെയർ തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഞാൻ തന്നെ ജോലി ചെയ്യപ്പോഴാണ് എനിക്ക് മനസ്സിലായി 8 time and half എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടെന്ന്. എനിവേ ദാറ്റ്സ് എ ലോങ് സ്റ്റോറി. ഏജന്റിന്റെ സഫറിങ് എല്ലാം കഴിഞ്ഞു. അപ്പൊ എത്ര വർഷം ഏജന്റിന്റെ 2 years ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ഏജൻസി വഴി പോയ ഒരു ഹോസ്പിറ്റലുകാർ എന്നെ ഹയർ ചെയ്തു. അവരുടെ നഴ്സിംഗ് സൂപ്പർവൈസർ ആയിട്ട് ഹയർ ചെയ്തു. അവിടെ ഒരു നഴ്സിംഗ് ഹോം നഴ്സിംഗ് സൂപ്പർവൈസർ ആയിട്ട് ഹയർ ചെയ്തു. അവിടെ ഈവനിങ് ഷിഫ്റ്റ് പാർട്ട് ടൈം PRN പെർ ഡിയം നഴ്സിംഗ് സൂപ്പർവൈസർ, ഹൗസ് സൂപ്പർവൈസർ, അത് കയറി. അതിന് ജോലിക്ക് കയറി. എന്നിട്ട് ബോസ്റ്റൺ മെഡിക്കൽ സെന്ററിൽ ബൈ ഗോഡ്സ് ഗ്രേസ് ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തത് ഈ കാർഡിയാക് സ്റ്റെപ്പ് ഡൗൺ യൂണിറ്റിലാണ്. പക്ഷേ കാർഡിയാക് സ്റ്റെപ്പ് ഡൗൺ യൂണിറ്റിലെ മാനേജർ തന്നെയായിരുന്നു അവിടുത്തെ കാത്ത് ലാബ് മാനേജർ. സോ കാത്ത് ലാബ് കാത്ത് ലാബിൻ്റെ എൻ്റെ ഹിസ്റ്ററി മുഴുവനും കാത്ത് ലാബും ക്രിട്ടിക്കൽ കെയറുമാണ്. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് ഇവരെന്നെ സ്റ്റെപ്പ് ഡൗണിലാണ് ഹയർ ചെയ്തെങ്കിലും ഷി ട്രെയിൻ മീ ഫോർ കാത്ത് ലാബ്. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ഐ വെന്റ് ടു കാത്ത് ലാബ്. കാരണം ഷി വാസ് ഇംപ്രസ് ബിക്കോസ് അതിനകത്തുള്ള ഒരു ഡോക്ടർ, ഇന്ത്യൻ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ദേ നോ BM Birla. സോ and all my cardiac cath lab അങ്ങനെ ഞാൻ cardiac cath lab കയറി. എവർ സിൻസ് ദെൻ ഐ ബീൻ എ cardiac cath lab nurse. പിന്നെ അങ്ങനെ CCRN എടുത്തു. അപ്പോൾ അവിടെ ഉള്ള ഈ ടെക്കുമാരിൽ ഒരാൾ RCIS ഉണ്ടായിരുന്നു ആദ്യമേ, എന്നിട്ട് RN എടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് RCS എടുക്കാൻ ഒരു ആഗ്രഹം. പിന്നെ CCRN ഇങ്ങനെ ഓരോ കുഞ്ഞു സർട്ടിഫിക്കേഷൻ ഒക്കെ എടുക്കാൻ ആഗ്രഹം തോന്നി. ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ട് പഠിച്ചു. അതിനെല്ലാം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അന്നേരം മനസ്സിലായി എനിക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് മൈ ഹസ്ബൻഡ് ഡോണ്ട് ഹാവ് എ ജോബ്. ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പം there is a limit, മാക്സിമം വർക്ക് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ I got in 2006 he was third child came, and again another child, so it was again another reason for me to stay home. I cannot go to college with 60-80 hours of working. So I decided to do an online course. അങ്ങനെ അന്വേഷിച്ച് അന്നത്തെ ലിമിറ്റഡ് നോളജ് കൊണ്ട് കിട്ടിയ ഓൺലൈൻ അഡ്മിഷൻ മാസ്റ്റേഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ഫിനിക്സ് എടുത്തു. ഇപ്പോൾ എല്ലാവരും പറയുന്നത് യൂണിവേഴ്സിറ്റി ഫിനിക്സ് അത്ര പേരില്ല എന്നൊക്കെയാ പലരുമായി കേട്ടു. എനിക്കതൊരു പ്രോബ്ലമായിട്ട് ഇന്നുവരെ തോന്നിയിട്ടില്ല. ഞാൻ പറയുന്ന റീസൺ, ഞാൻ പഠിച്ച കോളേജുകളൊന്നും തന്നെ വലിയ കോളേജുകളല്ലായിരുന്നു. That taught me a lesson. College is not what make you who you are. Okay. It's your passion, who you want to be. That's what decides. Because nursing പഠിച്ചത് കൊച്ചു കോളേജ്, പ്രീ ഡിഗ്രി പഠിച്ചത് കുഞ്ഞു കോളേജ്, പാരലൽ കോളേജ് എല്ലാം അങ്ങനെ നിന്ന് അതൊന്നും അല്ല നമ്മളെ, നമ്മുടെ നഴ്സിംഗ് സ്കൂളോ നമ്മൾ പഠിക്കുന്ന കോളേജോ അല്ല. വാട്ട് ഈസ് യുവർ പാഷൻ, ഹൂ ഡു യു വാണ്ട് ടു ബി, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്, റൈറ്റ്? ഞാൻ യൂണിവേഴ്സിറ്റി ഫിനിക്സിൽ പഠിച്ചു, MSN എഡ്യൂക്കേഷൻ മേജർ എടുത്തു. അതിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ
ടെക്സസിലോട്ട് മൂവ് ചെയ്ത് ടെക്സസിലോട്ട് മൂവ് ചെയ്തു പാർക്ക്ലാൻഡിൽ കയറി. ടെക്സസിൽ മൂവ് ചെയ്യാൻ എന്താ കാരണം? പാർക്ക്ലാൻഡ് ഡ്രീം പാർക്ക്ലാൻഡ് ഉണ്ടായിരുന്നു. പാർക്ക്ലാൻഡ് അന്നേ ഒരു ബോസ്റ്റൺ മെഡിക്കൽ സെന്ററിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് പാർക്ക്ലാൻഡ് എന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഈ ബേൺസ് അന്നൊരു പേര് കേട്ടല്ലോ, പാർക്ക്ലാൻഡ് ഫോർമുല. അതൊരു ഹോസ്പിറ്റലാന്ന് അറിയത്തില്ലായിരുന്നു. ഇവിടെ അമേരിക്ക വന്ന് ബോസ്റ്റണിൽ ജോലി ചെയ്ത ഇടയ്ക്കാണ് അറിഞ്ഞ് അത് അങ്ങനെ. കാരണം എന്റെ കസിൻ ഇവിടെ ഉണ്ട്. അങ്ങനെ സംസാരിച്ചപ്പോഴാ അറിഞ്ഞ്. എന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന പണ്ട് തുടങ്ങിയ ഇടയ്ക്ക് ഞങ്ങൾ ആ ഹോട്ടലിൽ താമസിച്ചിരുന്നുള്ള കുറച്ച് ഫ്രണ്ട്സ് ഇവിടോട്ട് മൂവ് ചെയ്തു. അവര് പാർക്ക്ലാൻഡിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ അറിഞ്ഞ ഈ പാർക്ക്ലാൻഡ് എന്നൊരു സാധനം ഹോസ്പിറ്റലാ, ഇറ്റ്സ് ബിയോണ്ട് ഫോർമുല. സോ എന്റെ പാഷൻ കൂടി. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യണം. അവരൊക്കെ പാർക്ക്ലാൻഡ് വർക്ക് ചെയ്യും. അങ്ങനെ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തപ്പോ എനിക്ക് THRലും ജോലി കിട്ടി, ടെക്സസ് ഹെൽത്തിൽ ജോലി കിട്ടി, പാർക്ക്ലാൻഡിലും കിട്ടി. നമ്മള് മല്ലൂസ് ഉണ്ടല്ലോ, നമ്മള് 2 ജോലിയാണല്ലോ നമ്മുടെ എപ്പോഴത്തെയും നഴ്സസിന്റെ ഒരു രീതി. അപ്പൊ അങ്ങനെ 2 ജോലി ഞാൻ കയറി. എവിടെയായിരുന്നു ഫുൾ ടൈം? പാർക്ക്ലാൻഡ്. പ്ലാനോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓ അത് ശരി. ഞാൻ പാർക്ക്ലാൻഡ് ഞാൻ താമസിക്കണം. പാർക്ക്ലാൻഡ് ഈ കാർഡിയാക് കാത്ത് ലാബിന് വരുന്നുണ്ട് 30 മിനിറ്റ്സ് ഡ്രൈവിലെ നിൽക്കാൻ പറ്റും. അപ്പൊ ഞാൻ അന്ന് സ്ട്രാറ്റജിക്കലി എടുത്ത ഹൗസ് അനുസരിച്ച് ഡെന്റൺ പാർക്ക്ലാൻഡ് 25 മിനിറ്റ്സ് ഡിസ്റ്റൻസ്. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ട് അവിടെ ജോലി. പാർക്ക്ലാൻഡിൽ ഏത് യൂണിറ്റിലായിരുന്നു? ഞാൻ കാത്ത് ലാബ് എല്ലാം ചെയ്തു. അവിടെ 2 കാത്ത് ലാബിൽ തന്നെ ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു കാർഡിയാക് ഇവന്റ് ഉണ്ടായി. ഒരു ഓൾറെഡി ഒരു ഹാർട്ട് പേഷ്യന്റ് ആണല്ലോ ഞാൻ. അപ്പം എനിക്ക് പെട്ടെന്നൊരു ലൈഫ് ത്രെറ്റനിങ് അറിത്മിയ വന്നു ജോലിയിൽ തന്നെ. ഫെയിന്റ് ആയില്ല, അത് വലിയ സ്റ്റോറിയാണ്. ഫെയിന്റ് ആയില്ല. അതിനു മുമ്പ് ഞാൻ ഇച്ചിരി ഒരു ചില കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പിളൊക്കെ എനിക്ക് ആളുകൾ എല്ലാവരും ചിന്തിക്കുന്ന വേലല്ല ഞാൻ ചിന്തിക്കുന്നത്. അന്ന് ഞാനൊരു വിടാക് അബ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം EP ലാബും ട്രെയിൻഡ് ആണ്, ഞാൻ ക്രോസ് ട്രെയിൻഡ് ആണ് EP ലാബിനും കാത്തിനും. അബ്ലേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വല്ലാത്ത പാൽപിറ്റേഷൻ തോന്നി എങ്ങനെയും. അപ്പോൾ എനിക്ക് കേസ് കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ എൻ്റെ കോവർക്കർ, ഞാൻ അന്നത്തെ ദിവസം ഇത് അവിടെ ഉണ്ടായിരുന്ന എല്ലാം മെയിൽ നഴ്സസ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കോവർക്കറിനോട് പറഞ്ഞു, ഓക്കെ ഒന്ന് ആ പേഷ്യൻ്റ് അങ്ങ് മേളിലോട്ട് കൊണ്ടുപോകുമോ, എനിക്ക് ഐ നീഡ് ടു ഈറ്റ് സംതിങ് എന്ന് ഞാൻ പറഞ്ഞോളൂ. ബട്ട് ഐ വാസ് ഫീലിംഗ് ഡിസി അബൌട്ട് ടു ഫോൾ. ഞാൻ പതുക്കെ മോണിറ്റർ വെച്ചപ്പോഴത്തേക്ക് വിടാക്. അപ്പോൾ സസ്റ്റെയിൻ VT, ഐ ആം ഫുള്ളി അലേർട്ട്. അപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാനിക്കായിപ്പോയി. ഞാൻ ഓടി എൻ്റെ കാറിൽ കയറി വണ്ടിയെടുത്ത് നേരെ ഇങ്ങ് ഹീബ്രൺ പാർക്ക്വേയിൽ ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ വന്നു. I know, I don't know why I did that. You know, when you go to in panic mode, you don't know how you react. അവിടെ തന്നെ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ it's a foolish decision. സില്ലി റീസൺ ആണ്. ഇന്ന് ചോദിച്ചാൽ ചുറ്റുമുള്ള എല്ലാവരും മെയിൽ നഴ്സസ് ആയിരുന്നു എന്നുള്ളതാണ് റീസൺ. ബിക്കോസ് ഇഫ് ഐ കൊളാപ്സ് ദേർ you know you work over there. വർക്ക് ചെയ്യുന്നു. പിന്നെ എനിക്ക് അവിടെ ഫേസ് ചെയ്യാൻ പാട്. അതൊക്കെ അത്രയും വരെ ചിന്തിച്ചു. അപ്പോഴത്തേക്ക് പാനിക്കായ. സോ ഐ വുഡ് റാദർ എവിടെയെങ്കിലും കാർ തീരെ മേലെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞാനൊന്നും വഴി വിളിക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു. ബട്ട് ഐ വാസ് അലേർട്ട്. വീട്ടിൽ വന്നു. ദെൻ ഐ കോൾ ഇത് ഹസ്ബൻഡ് എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇവിടെ ബേലറിൽ. പിന്നെ ബേലർ ഹാർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, അബ്ലേഷനൊക്കെ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഐം ഓക്കെ. അതൊന്നും അന്നേരം ഒരു പിടിയില്ല. ബേലർ വരെ ചെന്നേ അറിയാം. അപ്പോഴത്തേക്ക് ഐ എം ഡൺ. I don't even know what it is. Anyway, അന്ന് നോക്കിയപ്പം ജോലിയിൽ നോക്കിയപ്പം ഫുൾ സ്ക്രീൻ VT, സസ്റ്റൈൻഡ് VT. മേ ബി റേറ്റ് പറയുമ്പോൾ 300 മേളിൽ ആയിരിക്കും. സസ്റ്റൈൻഡ് VT ഫുൾ അത് മാത്രമേ ഉള്ളൂ ആയിരിക്കാം. പക്ഷേ I didn't collapse by God's grace. It's a miracle. Anyway, അബ്ലേഷൻ ഒക്കെ ചെയ്തു. ഇപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല. കാർഡിയോളജി ഫോളോ അപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. വേറെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ വരുന്നു. അപ്പൊ MSN കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് ഞാൻ കുറെ എഡ്യൂക്കേറ്റർ ജോബൊക്കെ കുറെ അപ്ലൈ ചെയ്തു ഇരിക്കുമായിരുന്നു. പക്ഷെ MSN കഴിഞ്ഞ് നിൽക്കുക, എനിക്ക് ടീച്ചിങ് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊരു ബ്രേക്കായി എനിക്ക്. ആ ബ്രേക്കിൽ പിന്നെ ഞാൻ കുറെ നാൾ അതിൻ്റെ അബ്ലേഷൻ പ്രോസസിന്റെ കുറെ നാൾ ലൈഫ് വെസ്റ്റ് ഒക്കെ വെച്ച് ഒക്കെ നിൽക്കണം. ദൈവം തന്നതുപോലെ വെസ്റ്റ് കോസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഒരു അഡ്ജന്റ് പ്രൊഫസറായിട്ട് കിട്ടി, അഡ്ജന്റ് ഇൻസ്ട്രക്ടറായിട്ട് കിട്ടി. അങ്ങനെ അന്ന് അവിടെ ഇന്ത്യൻ ആരുമില്ല ഫാക്കൽറ്റീസ് അന്ന്.
തുടങ്ങുന്നത്, യൂണിവേഴ്സിറ്റി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അവർ ഡൈവേഴ്സിറ്റി ഇൻക്ലൂസീവ് ക്രൈറ്റീരിയ എന്ന് എന്നോട് പറഞ്ഞിട്ട് തന്നെ എടുത്തത്. എനിവേ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഒഫീഷ്യൽ ടീച്ചിങ് ജോബ് ഇൻ അമേരിക്ക. എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കയറി ഞാൻ അവിടെ ചെയ്തു. പിന്നെ ഇവൻച്വലി ഐ പാർക്ക്ലാൻഡിൽ ഒരു എഡ്യൂക്കേറ്ററായിട്ട് ചെയ്തു. അങ്ങനെ പിന്നെ അവിടെ ഫുൾ ടൈമായി, വെസ്കോസി ഫുൾ ടൈമായി അങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. ലാസ്റ്റ് ഇയർ ഞാൻ വെസ്കോസിൽ നിന്ന് റിസൈൻ ചെയ്തു. മോൻ്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ റിസൈൻ ചെയ്തു. അവിടെ നിന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ പാഷൻ കിടപ്പുണ്ട്, ഈ മലയാളീസും നഴ്സസും ഇങ്ങനെ ട്രാൻസിഷൻ, ലാംഗ്വേജ് പ്രോബ്ലം. അന്ന് ഞാൻ ഡെൻറ്റനിൽ വർക്ക് ചെയ്തിരുന്നപ്പം ഐ വാസ് എ ഉള്ളി മല്ലു ദാറ്റ് ടൈം. അപ്പം ഈ ലാംഗ്വേജ് ബാരിയേഴ്സും ഞാൻ എങ്ങനെ ഇതെല്ലാം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. എങ്ങനെയും എനിക്കതൊന്ന് ചെയ്യണം. അപ്പോൾ 1 step ക്ലോസർ ബിക്കേം പ്രൊഫസർ ഇൻ ദ യൂണിവേഴ്സിറ്റി. അവിടെ വന്നപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് എൻക്ലെക്സ് എന്നല്ല, ടെസ്റ്റ് ടേക്കിംഗ് സ്ട്രാറ്റജി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ട്യൂട്ടറിങ് കൊടുത്ത് ഉള്ള ഒരു പ്രാക്ടീസിൻ്റെ പുറത്ത് എൻക്ലെക്സിനോടുള്ള പഴയ പാഷൻ തിരിച്ചു വന്നു. ബിക്കോസ് ഇന്ത്യൻ സ്റ്റുഡൻസിനൊന്നും അറിയത്തില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ എൻക്ലെക്സ് ട്രെയിനിങ് തുടങ്ങി. അന്ന് ഒരു 2012 ഞാൻ എൻക്ലെക്സ് ട്രെയിനിങ് ഇവിടെ തുടങ്ങി. ആ സ്റ്റുഡൻസ് ആയിരുന്നു ഫ്രീ ആയിട്ട്, കാരണം സ്റ്റുഡൻസ് ഉള്ളത് നമുക്ക് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. സ്റ്റുഡൻസ് അപ്പം വീട്ടിൽ വരും, ഞാൻ വീട്ടിൽ അവരെ, അതായത് കോളേജിലെ സ്റ്റുഡൻസ് വീട്ടിൽ വരും. വീട്ടിൽ ഫ്രീ ആയിട്ട് അവർ വീട്ടിൽ വന്ന് ഗ്രാജുവേഷനൊക്കെ അടുത്തിരിക്കുന്ന പിള്ളേരൊക്കെയാണ്. അപ്പം അവർ വീട്ടിൽ വരും, ഞാനും വരുന്ന കൂട്ടത്തിൽ വരും, കുറച്ച് നേരം ഇരിക്കും, പഠിപ്പിക്കും. അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് വരാൻ തുടങ്ങി. അവരുടെ ഫ്രൻസിനും ഫ്രീ. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജല്ല, വേറെ കോളേജ്, UT ടൈലർ, TW, UTA, ഇങ്ങനെ പല കോളേജിൽ നിന്നും വരാൻ. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ PRN ആയിട്ട് ഒരു LVN സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടുന്നും പിള്ളേർ വരും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പലയിടത്തുനിന്നും ഇങ്ങനെ LVNs വരുന്നു, RN വരുന്നു. പിന്നെ അവരൊക്കെ പറഞ്ഞു കേട്ട് ഒരു പരിചയമില്ലാതെ ഇന്ത്യൻസും വരാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞ വീട് നിറഞ്ഞു. അപ്പോഴത്തേക്ക് ആളെ കുറയ്ക്കണമല്ലോ. വീട് നിറഞ്ഞ് ഈ ഫ്രീ ആണ്, നിറച്ച ആള്. അപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ പറ്റത്തില്ല, ചാർജ് ചെയ്യുമ്പോൾ എല്ലാവരും തിരിച്ചു പൊക്കോളും. അപ്പൊ ചാർജ് ചെയ്യണേ ബിസിനസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ പിന്നെ TW ടെക്സസ് അതിൻ്റെ ബിസിനസ്സായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഇതെല്ലാം നോക്കിയപ്പോൾ ഒത്തിരി പണി. ഓരോന്ന് ചെയ്ത് ടെക്സസ് വർക്കേഴ്സ് കമ്മീഷൻ്റെ ഇതെല്ലാം എടുത്തു, ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തു ബിസിനസ്സായിട്ട്. എന്നിട്ട് ചാർജ് ചെയ്ത് $300 ചാർജ് ചെയ്തേ. അത് വലിയ അബദ്ധമായിപ്പോയി. അപ്പം ബോൾഡി ഇത്രയും നാളിൽ നമ്മൾ പൈസ കൊടുക്കാത്തതുകൊണ്ട് വരാതിരിക്കാൻ പറ്റുന്ന ഒരു മടിയുള്ള ഒരാൾക്കാരുണ്ടല്ലോ, ഫ്രീ ആയിട്ട് എങ്ങനെയാ അവിടെ പോകാൻ, അങ്ങനെയുള്ളവരും കൂടെ വരാൻ തുടങ്ങി. ആകെ പ്രശ്നമായി. അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാവരും താമസിക്കുന്ന മേളില് താഴത്തെ നില മുഴുവനും ഈ മെയിൻ കിച്ചണും എല്ലാം ക്ലാസ്സസാ. പിള്ളേർ അവിടെ വന്ന് കസേരയിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഉറങ്ങിയിട്ട് ചാടി എണീറ്റ് ബാത്റൂമിൽ ഫ്രഷായി ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവിടെ വന്ന് കിടന്നു. അങ്ങനെ ഒരു ഹോംലെസ് വരെ നമ്മുടെ വീട്ടിനകത്ത് താമസിച്ചു, ഞാൻ അറിഞ്ഞില്ല. ഹോംലെസ് മീൻസ് ഹോംലെസ് ആയിട്ടുള്ള സ്റ്റുഡന്റ്. ആ കൊച്ചിന് പേഴ്സണൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, ടീനേജ്. ഇവിടുത്തുകാരി ഒരു കൊച്ചാണ്. അപ്പൊ വീട്ടിലെ ഉണ്ടല്ലോ ടീനേജ് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ നിൽക്കാൻ പറ്റാത്ത എന്തോ സിറ്റുവേഷന്റെ പുറത്ത് അത് വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് എനിക്ക് മനസ്സിലായില്ല. അതിന് കാറിനകത്ത് അതിന്റെ സാധനം എല്ലാം വെക്കും, ഇതിനകത്ത് വന്നിരുന്ന് പഠിക്കും. നമ്മുടെ കുളിമുറിയിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി ജോലിക്ക് പോകും. രാത്രി മുഴുവൻ പഠിക്കുന്നതുകൊണ്ട് ജോലിക്ക് പോകാൻ അങ്ങനെ കൊണ്ടുവരാമെന്ന് നമ്മൾ ചിന്തിച്ചോളൂ. എനിവേ ആഫ്റ്റർ ഷി പാസ് എൻക്ലെക്സ്, സിൻസ് വെൻ ഷി ഷെയർഡ് ദ ടെസ്റ്റിമണി, ദാറ്റ്സ് വെൻ ഐ ന്യൂ ഷി വാസ് ലിവിങ് അറ്റ് മൈ ഹോം. എന്തോ ദൈവം ചെയ്ത. ഇപ്പൊ ആ കുട്ടി അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ധൈര്യം വരത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഇവിടെ പറ്റത്തില്ല, നമുക്കൊരു ധൈര്യമില്ലല്ലോ ഒരാളെ ഒക്കെ, അല്ലാതെ ആളിനോട് പേഴ്സണൽ ഉണ്ടായിട്ടല്ല. എനിവേ ഷീ സ്റ്റേറ്റ് ദേർ. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. എനിവേ എല്ലാവരെയും പഠിപ്പിച്ചു. ഈ മെയിൻ തിങ് ഫോറിൻ, ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഡ്രിങ്ക് സ്ക്വാഷ്, ദാറ്റ് വാസ് എ ബിഗ്ഗസ്റ്റ് തിങ്. ഞാൻ എൻക്ലെക്സ് പഠിപ്പിച്ചു, എനിക്ക് ബിഗ്ഗസ്റ്റ് തിങ് ആയിരുന്നു. സ്ക്വാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാ വെജിറ്റബിൾ. എൻക്ലെക്സ് ക്വസ്റ്റ്യന് ഒരു സ്റ്റുഡന്റ്, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡന്റ് ഡയബറ്റിക് പേഷ്യന്റിന് സ്ക്വാഷ് കൊടുക്കൂ? ഇല്ല, കൊടുക്കത്തില്ല. സ്ക്വാഷ് എന്ന് പറഞ്ഞാൽ മധുരമുള്ള ഒരു ഡ്രിങ്ക് ആണ്. പക്ഷെ അമേരിക്കയിൽ അതൊരു യെല്ലോ കളറുള്ള ഒരു വെജിറ്റബിൾ ആണ്. കുക്കുംബർ പോലെ ഇരിക്കുന്ന വെജിറ്റബിൾ. ദാറ്റ്സ് ഹെൽത്തി ഫോർ ഡയബറ്റിക് പേഷ്യൻസ്. ആൻസർ അവിടെ റോങ് ആയില്ലേ? ശരിയാ, ആൻസർ റോങ്. സോ അങ്ങനെയുള്ള ഹ്യൂജ് കാര്യങ്ങള് ഇന്ത്യൻ പോപ്പുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഇന്ത്യയിൽ നിന്ന് വന്ന് എൻക്ലെക്സ് എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ക്ലാസിന്റെ ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹോട്ട്
ഹോട്ട് ഡോഗ്. നമ്മള് ഹോട്ട് ഡോഗ് എന്ന് പറയാ ഡോഗിനെ കൂട്ട് എന്തോ യെസ്, അത് ഭയങ്കര ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെ എന്തോ ഒരു ഐഡിയ ഉണ്ട് ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞാൽ. നാട്ടിലിപ്പോ കുറെ ന്യൂജൻ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ കാര്യം. പക്ഷെ അന്ന് ഹോട്ട് ഡോഗ് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം സോസേജസ് എന്റെ മമ്മി മേടിച്ചിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇങ്ങനെ കട്ട്ലറ്റും സോസേജും ഒക്കെ ഉണ്ടാക്കി കടകൾ നമ്മൾ കടയിൽ കൊടുക്കുന്ന മമ്മി സ്ഥിരം ഇങ്ങനെ മേടിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫുഡായിരുന്നു. ആക്ച്വലി ഞാൻ CG പഠിക്കുമ്പം ഈ കട്ട്ലറ്റും സോസേജിലോ മാഗി നൂഡിൽസിലോ സർവൈവ് ചെയ്തത്. സോസേജിനെക്കാളും ഇപ്പൊ എന്റെ ബ്രദറിനെ വിളിച്ചു പറഞ്ഞു, എടി സോസേജ് ഇല്ല നമ്മൾ വീട്ടിൽ, അത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ പറ്റ്നയിൽ വെച്ച് ഞങ്ങൾക്ക് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ പേര് ഹോട്ട് ഡോഗ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ ചെറിയ സോസേജ് പോലെ നാട്ടിലിങ്ങനെ കിട്ടും. എടി നമ്മൾ വീട്ടിൽ അതില്ലേ, അതിന്റെ വലുതാടി ഇതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. പക്ഷെ എല്ലാവർക്കും അത് അറിയത്തില്ല. ഹോട്ട് ഡോഗ് എന്ന് ചൂടുള്ള പട്ടി, റൈറ്റ്? ഈ ബ്രോക്കലി എന്റെ കോളിഫ്ലവറിന്റെ പച്ച കളർ, കോളിഫ്ലവർ എങ്ങനെ പച്ച കളർ ഇരിക്കുന്ന ഒരു പിടി എനിക്കില്ല. എന്നാലും ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടുപോയി. അതിന്റെ ഇതൊക്കെ വൈറ്റമിൻ കെയും അങ്ങനെയൊക്കെ എന്തൊക്കെയോ പഠിച്ച് എന്റെ സ്ട്രഗ്ലിംഗ് ഏരിയ ആയിരുന്നു ന്യൂട്രീഷൻ. സോ ന്യൂട്രീഷൻ ഇസ് എ ബിഗർ തിങ്, റൈറ്റ്? കൾച്ചർ പിന്നെയും നമുക്ക് നമ്മുടെ ഡ്രീമിലുള്ള അമേരിക്കൻ കൾച്ചർ അല്ല ഇവിടെ ഉള്ള അമേരിക്കൻ കൾച്ചർ. ഞാൻ ഇന്ത്യയിലായിരുന്നപ്പോൾ വിചാരിച്ചത് അമേരിക്ക അങ്ങനെ ഒരു ഫാമിലി സെൻസേ ഇല്ലാത്ത കൾച്ചർ. ആക്ച്വലി ട്രൂ അമേരിക്കൻ whites has family values, serious family values, the real authentic Americans, right? They value family. ഇമിഗ്രൻസിനാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻസ് അല്ല, അല്ലാതെ ഇമിഗ്രൻസിനാണ് ഇവിടെ വന്നിട്ടുള്ള സ്ട്രഗിളിൽ അവർക്ക് ഫാമിലി കൺസെപ്റ്റ് പോകുന്നതാ, അല്ലേ? അവരുടെ ഫാമിലി ഒത്തിരി വ്യത്യാസമുണ്ട്, കൾച്ചറൽ വ്യത്യാസമുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വിചാരിക്കുന്ന അമേരിക്ക അല്ല ഇവിടുത്തെ അമേരിക്ക. ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാ. ഞാനും വിചാരിച്ചു ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ മരമൊക്കെ കുലക്കി കഴിയുമ്പോൾ ഡോളർ ഇങ്ങനെ വരുന്നു. എവിടെ? അതല്ല ലൈഫ്. എനിവേ, അങ്ങനെ ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങി. വീട്ടിൽ സ്ഥലമില്ലാതായി, നെയ്ബേഴ്സ് കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി. പാർക്ക് ചെയ്യുന്ന കാർ ഒത്തിരി, ഡ്രൈവേ മുഴുവനും കാർ എടുക്കുന്നു. പിന്നെ വീട്ടിൽ പ്രൈവസി ഞങ്ങൾ യൂസ്ഡ് ആയിരുന്നു. വി നെവർ ഹാഡ് ടു ക്ലോസ് ദ ഡോർ. രാത്രിയൊക്കെ പിള്ളേർ, ഈ ഡേ ഷിഫ്റ്റ് ഉള്ള പിള്ളേർ ചിലപ്പം, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ശീലിച്ച പിള്ളേർ രാത്രി ഇരുന്ന് പഠിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലൊരു ലൈബ്രറി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദേ വിൽ കം സിറ്റ് ദെയർ സ്റ്റഡി. സോ വി ഡോണ്ട് നോ വെൻ ദേ ആർ കമ്മിങ്, ഓൺ ടൈം. ലൈബ്രറി പോലെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യും. ഞാൻ ഇരുന്ന് പഠിപ്പിക്കുന്ന ടൈം വേറെ, അല്ലാതെ പിള്ളേർ തന്നെ വന്ന് പഠിക്കുന്നത്. അങ്ങനെ ടൈം ഉള്ളതുകൊണ്ട് ഫ്രണ്ടിലെ ഡോർ ക്ലോസ് ചെയ്യത്തില്ലായിരുന്നു. അവർ വന്നുക, തുറക്കുക, പോവുക, അങ്ങനെ ഒരു ലൈഫായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്തു. ദേ അഡ്ജസ്റ്റഡ് അ ലോട്ട്. അവരുടെ ചൈൽഡ്ഹുഡിൽ ദേ സഫർഡ് അ ലോട്ട് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ഫ്രീഡം. ദേ നെവർ എക്സ്പ്രസ്ഡ് എനിത്തിങ്. ബട്ട് നൗ ഐ നോ, ലൈക്ക് ലിവിംഗ് റൂമിൽ ഒരു ഫർണിച്ചർ ഇല്ലായിരുന്നു. ഡൗൺ സ്റ്റേഴ്സ് മുഴുവനും ഈ ചെയേഴ്സ്, ദിസ് എക്സാക്ട് ചെയേഴ്സ് ഡൗൺ സ്റ്റേഴ്സ് മുഴുവൻ ഇട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെ അങ്ങ് പോവായിരുന്നു. എനിവേ, അത് കഴിഞ്ഞിട്ട് സം പോയിന്റ് നമുക്ക് ഇനി ഇത് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു, അവർ ലൈഫ് ഷുഡ് നോട്ട് ബി ലൈക്ക് ദിസ്. ഒക്കെ നാട്ടിലെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഫീലിംഗ്, ഒരു വലിയ വീടുണ്ടായിട്ടും നിറച്ച് സ്റ്റുഡൻസ് അല്ലേ. സോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എടുത്തു. ഇതിവിടെ എന്നാ തുടങ്ങിയത്? ഇവിടെ തുടങ്ങിയത് 2017 or 2016. 2016 ഞങ്ങൾ ഇതെടുത്തു. അപ്പം ഞങ്ങള് പിന്നെ ഓരോ കോഴ്സസ് ഇത് എടുത്തപ്പോൾ നമുക്ക് ക്ലാസ് റൂംസ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോ കോഴ്സസ് ആയിട്ട് എൻക്ലെക്സിലാണ് തുടങ്ങിയത്. അതായത് നാട്ടിൽ നിന്നുള്ളതും എല്ലാവരും തുടങ്ങിയപ്പം നമ്മൾ മലയാളീസ് ഉള്ള മലയാളി പിള്ളേര് ഈ യൂണിവേഴ്സിറ്റി, ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഈയിടയ്ക്കൊക്കെ വന്ന ആളുകളുടെ മക്കൾ, ഇവിടെ നാട്ടിൽ പഠിച്ചിട്ട് വന്ന മക്കൾക്കായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ വെസ്റ്റ് കോസ്റ്റിലെ സ്റ്റുഡൻസ് ആയിരുന്നു അവർ. അപ്പൊ അവർക്ക് ആ ഒരു എക്സ്ട്രാ ഒരു സപ്പോർട്ട് വേണ്ടേ, ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് വന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ. ആ ഒരു ഇതിൽ അവർ നമ്മളുമായിട്ട് അറ്റാച്ച്മെന്റ് ആയി വീട്ടിൽ വന്ന് പഠിപ്പിച്ചു തുടങ്ങി. അപ്പൊ അവരുടെ ഫ്രണ്ട്സ്, പല കൾച്ചറിലുള്ള അവരുടെ ഫ്രണ്ട്സ് വരാൻ തുടങ്ങി. അങ്ങനെയാണ്. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് നാട്ടിൽ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ എനിക്കൊരു ഐ ഹാഡ് ദ ഡ്രീം, നൗ ദ വേ ഈസ് ഓപ്പൺ, വൈ ഡോണ്ട് ഐ ഡു ഇറ്റ്? സോ അങ്ങനെ ആക്ച്വലി വേർഡ് ഓഫ് മൗത്ത് ആണ് സംഭവിച്ചത്. ഞാനായിട്ട് അഡ്വർടൈസ് ചെയ്തെന്ന് ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിലേ ഉള്ളൂ. അന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ ഇങ്ങനെ പല യൂണിവേഴ്സിറ്റിന്നും ഇന്ത്യൻ പേരൻസ് അവര് തന്നെ പറഞ്ഞു വിടും പിള്ളേരെ, പിള്ളേർ തന്നെ അറിഞ്ഞു വരും. അങ്ങനെ ആണ് ഇതിപ്പോ നല്ല. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ റൂം. ആ റൂം ഇത്രയും ഫുൾ ഉണ്ടായിരുന്നു. അത് പാക്ഡ്, അതായത് 3 റൂംസിൽ
ഞാനിരിക്കുന്നിടത്ത് ക്യാമറ വെച്ചിട്ട് 3 റൂംസിൽ ഉം. TV പ്രൊജക്റ്റ് ചെയ്ത് ഉം. പാക്ഡ് ആയിട്ട് അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് മാറി. ഓക്കെ. ഇങ്ങോട്ട് മാറിയപ്പോൾ കുറച്ചും കൂടെ വലിയ wider ക്ലാസ് റൂംസ് ഉണ്ട്. spaces ഉണ്ട്. നമുക്ക് നടന്ന ക്ലാസ് റൂംസ് ഒക്കെ കാണുന്നതായിരിക്കും. അപ്പൊ എന്തെല്ലാം ക്ലാസ്സസ് ഇവിടെ എടുക്കുന്നത്? ഇവിടെ നമ്മളിപ്പോൾ എൻക്ലെക്സ് ആണ് മെയിൻ, എൻക്ലെക്സ് RN PN. ഉം. പിന്നെ PCT പ്രോഗ്രാം ഉണ്ട്. PCT പ്രോഗ്രാം ഞങ്ങളുടെ Patient care technician. പേഷ്യന്റ് കെയർ ടെക്നീഷ്യൻ പ്രോഗ്രാം. നമ്മുടെ പേഷ്യന്റ് കെയർ ടെക്നീഷ്യൻ പ്രോഗ്രാം എടുക്കുന്നത് PA സ്കൂളിൽ പോകുന്നതും നഴ്സിംഗ് സ്കൂളിൽ പോകാൻ പ്ലാൻ ഉള്ള ഹൈസ്കൂൾ ഗ്രാജുവേറ്റ്സ് ആണ് എടുക്കുന്നത്. അതായത് വെൻ ദേ ടുക്ക് അവർ ഡിഫറൻസ് ബിറ്റ്വീൻ അതർ കോളേജസ്, നമ്മളിപ്പോൾ ഒരു അക്രഡിറ്റഡ് കോളേജാണ്, കരിയർ കോളേജാണ്. അപ്പം നമ്മുടെ പ്രോഗ്രാമിന്റെ PCT പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 16-week പ്രോഗ്രാം. ഈ 16 വീക്കിൽ ദേ ഗെറ്റ് 4 സർട്ടിഫിക്കറ്റ്സ്. സ്റ്റേറ്റ് CNA സർട്ടിഫിക്കറ്റ് കിട്ടും, ടെലിമെട്രി നാഷണൽ സർട്ടിഫിക്കേഷൻ, EKG ടെക്നീഷ്യൻ, ടെലിമെട്രി ടെക്നീഷ്യൻ നാഷണൽ സർട്ടിഫിക്കേഷൻ, ഫ്ലിബോട്ടമി ടെക്നീഷ്യൻ, ഓൾ ദോസ് നാഷണൽ സർട്ടിഫിക്കേഷൻ പ്ലസ് നാഷണൽ സർട്ടിഫിക്കേഷൻ ഓഫ് PCT. സോ ഇപ്പോഴത്തെ ഈ കോവിഡ് കഴിഞ്ഞുള്ള ട്രെൻഡ് അനുസരിച്ച് മിക്ക കോളേജുകാർക്കും പേഷ്യന്റ് കെയർ അവേഴ്സ് വേണം. സോ ഇതിപ്പോൾ 4 കോഴ്സ്, സോ 4 കോഴ്സിനും 4 സർട്ടിഫിക്കേഷൻ, 3 കോഴ്സസ്, 3 കോഴ്സിനും കൂടെ 300 അവേഴ്സ് പേഷ്യന്റ് കെയർ അവേഴ്സ് കിട്ടും. അപ്പം PA സ്കൂളിനും നഴ്സിംഗ് സ്കൂളിനും അതൊരു പ്ലസ് പോയിന്റാണ്. പിന്നെ ഐ ഹേർഡ്, ഞാൻ എവിടെയോ വായിച്ചതാണ്, ഡോണ്ട് കോട്ട് മീ ഓൺ ഇറ്റ്, പക്ഷേ ഡാളസ് കമ്മ്യൂണിറ്റി കോളേജ് ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ PRN-ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കോവിഡിന് ശേഷം 2-3 കോളേജസ് ഞാൻ കേട്ടു 5 points അഡ്മിഷൻ പെർ സർട്ടിഫിക്കേഷൻ കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഈ 4 സർട്ടിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് 20 points കിട്ടും അഡ്മിഷൻ. ഫയൽ വിൽ ഗോ അപ്പ്, ദേ വിൽ ഗെറ്റ് പ്രിഫറൻസ്. അങ്ങനെ അതൊരു കാര്യം. രണ്ടാമത്തത്, നമ്മുടെ പിള്ളേർ വെച്ച് നോക്കുമ്പോൾ, മലയാളി പിള്ളേരുടെ കാര്യം നോക്കുമ്പം, പേരൻസ് നഴ്സിങ്ങിന് ഫോഴ്സ് ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് പിന്നെ ഇച്ചിരി ഇൻട്രോവേർട്ടായിട്ടുള്ള പിള്ളേരാണെങ്കിൽ പിന്നെ നിർബന്ധിക്കുന്ന കാരണം അങ്ങ് പോകും. പോയി ഹൈസ്കൂൾ കഴിഞ്ഞ് കോളേജ് ചെന്ന് ഒന്ന് ഇച്ചിരി ഫ്രീഡം ഒക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് അവർക്ക് ബ്രീത് ചെയ്യാനും ടോക്ക് ചെയ്യാനും ഉള്ള ഒരു കോൺഫിഡൻസ് വരുമ്പോൾ അവരെന്ത് ചെയ്യും, മേജർ ചേഞ്ച് ചെയ്യും, കോളേജ് ഡ്രോപ്പ് ഔട്ട്. അതും നമ്മുടെ മലയാളി പേരൻസ് ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. സോ ഐ തോട്ട് ദിസ് കോഴ്സ് വിൽ ഹെൽപ്പ് ദം. They get an idea. They will get an idea. What is the field they are walking into? Do they truly like it or not? അല്ലെ, പേരൻസിന് വേണ്ടി പോകാതെ ഇതിപ്പം കുറഞ്ഞ ചീപ്പ് എക്സ്പെൻസിൽ കോളേജിൽ ചെന്ന് ഒരു 60,000 600,000 എന്തൊക്കെയാ ഓരോ കോളേജിന്റെയും ഫീസ് അല്ലെ. 60,000 ഒക്കെ കൊടുത്ത് പ്രൈവറ്റ് കോളേജൊക്കെ ആണെങ്കിൽ ഒത്തിരി ഫീസ് കൊടുത്ത് അത്രയും കോളേജിന് പോയി പകുതി ചെന്ന് ഡ്രോപ്പ് ഔട്ടായി, പിന്നെ 2 വർഷം ഡിപ്രഷനായി. പിന്നെ നമ്മുടെ മിക്ക പേരൻസും, I have 3 teenage boys, so I know this is how serious it is if your child's education is not coming in as you dream. ഇത് അതിനൊരു ഹെൽപ്ഫുൾ ആണ്. കാരണം ഇവർ വന്ന് 5 വീക്സിനകം CNA എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ അഗ്ലിയസ്റ്റ് പാർട്ട് ഓഫ് നഴ്സിംഗ്, റൈറ്റ്? ദേ ആർ ഗെറ്റിംഗ് ദാറ്റ് അഗ്ലിയസ്റ്റ് പാർട്ട് ഓഫ് നഴ്സിംഗിന്റെ ഐഡിയ കിട്ടുന്നുണ്ട്. പിന്നെ അവർക്ക് അത് ഇഷ്ടമില്ല. പിന്നെ ഈ ടെലി പഠിക്കും, phlebotomy പഠിക്കും. So tele helps them to get the harder course of nursing, because critical care nursing is the hardest course in nursing school, right? അതിന്റെ ഒരു ഗ്ലിംസ് ആണ്. EKG അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺഫിഡൻസ് ആണ് ക്രിട്ടിക്കൽ കെയർ ക്ലാസ്സിൽ. ട്രൂത്ത്, കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചത് കൊണ്ട്, അവർ 2 നഴ്സിംഗ് സ്കൂളിലായതുകൊണ്ടും ഞാനൊരു യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസർ ആയതുകൊണ്ട് ഐ നോ ഹൗ സ്റ്റുഡൻസ് സ്ട്രഗിൾ. വൺസ് ഇഫ് ദേ ഗെറ്റ് EKG കോൺഫിഡൻസ്, ദേ ഫീൽ വെരി കോൺഫിഡൻറ്റ് ദ ക്രിട്ടിക്കൽ കെയർ ക്ലാസ്. അതിനപ്പുറത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ക്രിട്ടിക്കൽ കെയർ, എന്നാലും ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ കോൺഫിഡൻസ് ബൂസ്റ്റർ, റൈറ്റ്? എനിക്ക് എന്തൊക്കെയോ അറിയാമെന്നൊരു തോന്നൽ ബേസിക് വന്നാൽ ദേ ക്യാൻ സ്റ്റഡി, right? ആ ഇമോഷണൽ അപ്ലിഫ്റ്റിന് പറ്റിയതായി ടെലിമെട്രി കോഴ്സ്. They can plan whether they like nursing and they got the hardest piece through that. പിന്നെ അടുത്ത നഴ്സിംഗിന്റെ ഏറ്റവും പ്രശ്നം ബ്ലഡ് കാണുമ്പോൾ, റൈറ്റ്? പേടി. അടുത്ത ഒരു കോഴ്സ് ബാക്കപ്പിന്, നിനക്ക് ബ്ലഡ് ഇഷ്ടമാണോ, നീ പേടിക്കുന്ന നിന്റെ വിചാരമല്ലേ, നോക്കിക്കോ, ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പം ഇതൊന്ന് ഹാൻഡിൽ ചെയ്ത്. നമ്മൾ ഇവിടെ ലാബിൽ പ്രാക്ടീസ് ചെയ്യും ഫേക്ക് ബ്ലഡ് വെച്ച്. ഫേക്ക് ബ്ലഡ് വെച്ച് അവർ പ്രാക്ടീസ് ചെയ്ത് ഡ്രോ ചെയ്ത് കുഴപ്പമില്ല, കോൺഫിഡൻ്റ് ആകുമ്പോൾ വി ആർ ഗിവിംഗ് ക്ലിനിക്കൽ അവേഴ്സ്, 100 hours ഓഫ് ക്ലിനിക്കൽ കൊടുക്കുന്നുണ്ട്. സോ വെൻ ദേ ഗെറ്റ് ക്ലിനിക്കൽ, ദേ ആർ പോക്കിംഗ് റിയൽ പേഷ്യന്റ്. They can decide, is this for me or not? Right? Before you spend bigger money, high school summer madi. That's how I get my students, all the high school graduates. ഞാൻ ഇവിടെ ലോക്കലിലുള്ള ഹൈ സ്കൂൾ ഇടയ്ക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യും അവര് കരിയർ ഗൈഡൻസിന് ഈ കരോട്ടറി ഉള്ള ഹോസ്പിറ്റൽ, സോ ഹൈ സ്കൂളിൽ. സോ ഐ ഗീവ് ദം കരിയർ ഗൈഡൻസ് കൗൺസിൽ ആൻഡ് സ്റ്റുഡൻസ് അവിടെ നിന്നൊക്കെ ഒത്തിരി സ്റ്റുഡൻസ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ളവർക്ക്
they can get their feet wet whether this is truly for me. Mm. Then they can go after passion. I put him for these courses too, and he Okay. realized it is not for him, Okay. and he's going for engineering. Mm. I'm glad. Mm. Instead of me So your two sons are in nursing school, nursing school, and third one is going to become an engineer. engineering. Okay. Or both of them oldest, they studied here, Mm. took their training and certification, and they were not intimidated. Okay. They liked it, so they continued it. Because before they decided, I said, okay, nursing, you have to deal with a lot of poop. Yeah. Do you want to do it? Yeah. My oldest said, yeah, I'm fine, you're doing it, then why can't I? That was oldest. But second one, I wanted to make sure. But he's good now. He's good. Because I had students coming here and say, oh my, yesterday a student said. അല്ല, നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് വെച്ചാൽ അകത്തോട്ട് പോകുന്നതാണ് പുറത്തോട്ട് വരുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നെ ഇത് ഒരു സർവീസ് ആണ്. എല്ലാം നമ്മൾ മണി മെന്റാലിറ്റിയിലും ഹൈ കോളർ ജോബ് അങ്ങനെയല്ല. പക്ഷെ നഴ്സിംഗ് ഈസ് ദ പ്രൊഫഷൻ. സ്റ്റാർട്ട് ഫ്രം ദ ലോ, യു ക്യാൻ റീച്ച് ദ ഹയർ ലെവൽ. എപ്പോഴും അവിടെ നിൽക്കണമെന്നില്ല. യങ് എനർജറ്റിക്, ഡു ഇറ്റ് ഇൻ ദ ബേസ്, then go move forward. Definitely. ആ ഒരു പിക്ചർ കിട്ടാൻ, because not everybody, you have to have that calling for nursing. These people can identify they have that calling in there. Nurses make good money. Just a little bit smell and ugly scene will help me to be who I am. Tomorrow you can be CRNA. My daughter-in-law is going for CRNA school. So that's what their passion. They can do it. Whatever their passion, they can do it. So that's how I opened this and started. We have all the other courses coming up. Like we are, I know I'm not officially, I'm not there to start advertising. Texas Workforce Commission will give me the green signal to start the window of advertising. So I'm saying this just as a This is a casual talk. Casual offline talk. This is not an official advertisement. ഇതാണ് പറയേണ്ടത്. ഒരു മലയാളിക്ക് മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്ന ഒരു മലയാളി നേഴ്സിന് എവിടം വരെ എത്താൻ പറ്റും? അതാണ് സ്കൈ ഇസ് ദ ലിമിറ്റ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീക്ക് ye first the kingdom of God. All these things are പിന്നെ ഉണ്ടല്ലോ, തന്നെ എന്തിന് ആഗ്രഹിക്കുന്ന എന്തിനെ നേടാൻ നമുക്ക് പറ്റ ദീർഘങ്ങളാ രണ്ട് കരങ്ങളെ തന്നാണ് ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. തീർച്ചയായിട്ടും. അതാണ് ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത്. ഞാനിങ്ങനെ വെസ്റ്റ് കോസ്റ്റ് ജോലി ചെയ്തപ്പം എച്ച് ആറിലല്ല, ഒരു സ്റ്റുഡൻറ്റ് എന്തോ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് ഏതോ ഒരു ഓഫീസിൽ ഏതോ ഒരാളുടെ രജിസ്ട്രാറാണ് സംതിങ് ആവശ്യത്തിന് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സൈൻ ഇംപോസിബിൾ, അതിൻ്റെ മേളിലൊരു അപ്പോസ്ട്രോഫി. ഇതൊക്കെ തുടങ്ങുന്നതിനൊക്കെ മുമ്പുള്ള, കാരണം ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോകുന്ന ഒരു സമയമാണ്. എനിക്ക് ഐ വാണ്ട് ടു ടേക്ക് ഡോക്ടറേറ്റ്, ഐ വാണ്ട് ടു സ്റ്റഡി ആൻഡ് ഐ വാണ്ട് ടു ഡു ഓൾ ദീസ് ഡ്രീംസ് ദാറ്റ് ഐ ഹാവ്. അതെനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ഞാനത് കണ്ട് ഇംപോസിബിൾ, അതിൻ്റെ പുറത്ത് ഒരു അപ്പോസ്ട്രോഫി ഇട്ടപ്പം ഐ ആം പോസിബിൾ. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, സ്റ്റുഡൻസ് എപ്പോഴും പറയും, ഞാൻ ഐ റോട്ട് NCLEX 10 times. Will I ever pass? Should I write again? When they come to me and said, okay, I came to you, I don't know, this is my last stop, I don't think I can do it, what do you think? അന്നേരം ഞാൻ അവരോട് കൊണ്ട് എഴുതിപ്പിക്കും ആ പേപ്പറിൽ ഇമ്പോസിബിൾ എന്ന് എഴുതിയിട്ട് അതിൻ്റെ പുറത്തൊരു അപ്പോസ്ട്രോഫി ഇടാന്ന് വെച്ചിട്ട് വായിക്കാൻ പറയും. റൈറ്റ്? I am possible. All things are possible through Christ Jesus. Right? അവരുടെ ദൈവം എന്താണ് അത് all things are possible with God. With God. അങ്ങനെ ഞാൻ അവരോട് പറയും. That is true. നമുക്ക് ഒരു ഹയർ പവറിൽ വിശ്വസിക്കുന്നവർക്ക് ആ പവർ അല്ലേ, ഓരോരുത്തരും ഓരോ പവറിൽ വിശ്വസിക്കുന്ന ആ പവർ അവർക്ക് ശക്തി ഇല്ലാന്ന് തോന്നുമ്പോൾ ആ പവറിനെ വയ്ക്കുക. അല്ലെങ്കിൽ you want it, you can do it. You believe in you. അല്ലെങ്കിൽ you believe in you. You have the spirit in you. You have the courage. You have the all that qualification, quality in you. You have to find it out. Exactly. You are the only one who can do the changes. Yes. I am a teacher here. I can only support you, push you harder, make sure you don't fall. Studying is your job. I can show you how to study. Yeah. So we can take the horse to the water. There we cannot force the horse to drink water. Exactly. That's my job. I'm a pusher. I'm a good pusher. I can push harder and harder. Right? I'm a transformational leader. So transformation എൻ്റെ DNP ലീഡർഷിപ്പിലാണ്, സിസ്റ്റം ലീഡർഷിപ്പിലായിരുന്നു. ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് സ്റ്റൈലാണ് എനിക്കിഷ്ടം. അതായത് നമ്മുടെ മുമ്പിലുള്ള ഫോളോവർ ആരാണോ അവർക്ക് what you need according to that guide them. Like uplift them. Right? Some people we need to put our autocratic hat, but autocratic hat wouldn't work for everybody.
ചില പിള്ളേരെ നമ്മൾ വിട്ടിരിക്ക് 8 മണിക്ക് എന്ന് പറയാൻ പറ്റും അവർക്ക്. They don't know. They cannot. They're not used to that. So we have to tell them what to do. The person next to them, we just want to smile at them. Emotional uplift. Oh, you look beautiful today. Wow. That's enough. That emotional connection, they will study automatically. They will love the teacher just because they love the teacher. They will study. They don't need anything you are else. giving personalized, individualized studies, Individualized. study technique. I meet with every single students monthly once and spend half an hour with them to identify where they are lacking, not just academic, emotional, all aspects of their life. We just sit and talk and find out what's their problem, help them out. Sometimes, in psychology degree illengilum avarku venda emotional support aayirikkum chelapam venda. I give that. In my capacity, I had situation that conversation went so deeper that I cannot be the counselor because that's again not my certification. So I had to call professional counselors and connect them. We do that service. I have my professional contacts, so I connect them to the counselors and have them, because because if you look Maslow's hierarchy, studying self-actualization is up top. We need to get the bottom fixed, otherwise that doesn't sit up top. Yes. So I help them in every aspect. Whatever they need, I help them. Some people newly migrated at ivada vanna American dreams kalyanam kalichondu vanna kayumbazhayirikkum they will know what is this reality. So they may need a lot of emotional support. Been there, help them. ആ രീതിയിലുള്ള കാര്യങ്ങൾ പലതും പല രീതിയിൽ we have to be a mentor. That's what NCLEX class is നടക്കുന്നത്. More mentorship. Content, everybody graduate from nursing school. They all have basic knowledge. I do content. I give every single content. I give them test-taking strategy, critical thinking exercises. We do the current research I'm doing is on NCLEX. So what I'm doing is how to teach with games. So right now what we are doing is we play. We play game. Every class session there will be a game. How they are learning with gaming. And ഇത് അൺഒഫീഷ്യലി ഞാൻ ട്രൈ ചെയ്യുന്നു, പ്രൂവ് ചെയ്യുന്നു. മൈ സ്റ്റുഡൻസ് ആർ പാസിംഗ് ത്രൂ ഗെയിമിംഗ്. സോ ദാറ്റ്സ് അൺഒഫീഷ്യൽ. നൗ ഐ എം വർക്കിംഗ് ഇറ്റ് ഓൺ ദ കോളേജ് യൂണിവേഴ്സിറ്റി ബേസ്. യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി ഗെയിമിംഗ് അപ്രൂവ്ഡ് ആണ്. ഗെയിമിംഗ് എല്ലാ യൂണിവേഴ്സിറ്റിയും ചെയ്യുന്നുണ്ട്. ബട്ട് no study has done whether it can improve your clinical judgment and clinical decision making in a theory classroom. So that's what I'm working on right now. I'm trying to get the neighborhood nursing schools and see can they develop clinical judgment skill, clinical decision making through gaming in a didactic classroom. അല്ലാത്ത ക്ലാസ് റൂമിൽ സിമുലേഷൻ ലാബിലൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട്. VR ഒക്കെ വെച്ചിട്ട് വിർച്വൽ റിയാലിറ്റിയുടെ ഒക്കെ ഉണ്ട്. അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് NCLEXൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും ചെയ്യാം. That's what I am doing research on now. Okay. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ നേഴ്സിംഗ് NCLEX എക്സാം ത്രൂ ഗെയിമിങ്. അതെന്താണെന്ന് കുറച്ച് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ അത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതെന്റെ ഒഫീഷ്യൽ റിസർച്ച് ടോപ്പിക് ആണ്. ഞാൻ അതുകൊണ്ട് പബ്ലിഷബിൾ, അതായത് ഇപ്പം DNP ചെയ്യുന്നുണ്ട്. ഞാൻ PhD DNP കഴിഞ്ഞു, PhD ചെയ്യുന്നുണ്ട്. PhD ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഒരു ടോപ്പിക്കാണ്. അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് അത് എഫക്റ്റീവ് ആണെന്നും നല്ലതാണെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. However, അമേരിക്കൻ കോളേജസിലെല്ലാം തന്നെ ഇപ്പോൾ ഒരു ഗെയിമിംഗ് ഒരു വലിയ ഫ്ലഡിങ് ആയിരിക്കുകയാണ്. ഗെയിമിംഗ് ടീച്ചിങ്, അതായത് ഇപ്പോഴത്തെ ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ ഉള്ള NCLEX ആണല്ലോ ഇപ്പൊ വരുന്നത്. ഈ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ദേ ബോൺ ഇൻസൈഡ് എ കമ്പ്യൂട്ടർ. അവര് ഈ ഇത് കൺസോള് വെച്ച് ഇങ്ങനെ ഗെയിം ചെയ്ത് ശീലിച്ച ആൾക്കാരാണ്. നമ്മള് നാട്ടിൽ ലെക്ചറിങ് അല്ലേ, പവർ പോയിന്റ് അല്ലെ ലെക്ചറിങ്, ഇങ്ങനെ കോൺവെർസേഷൻ, ഇപ്പൊ തന്നെ ഇത്ര സംസാരിക്കുന്നതാണല്ലോ നമ്മുടെ പാഷൻ. അങ്ങനെ ഈ ജനറേഷൻ അത് പറ്റത്തില്ല. ഈ ജനറേഷൻ ഇങ്ങനെ ഇരുന്ന് ഗെയിം കണ്ട് 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 ഒരാൾ 5 മിനിറ്റ് സംസാരിച്ചാൽ they are bored, they are done. They cannot talk, they lose their conversation. So as a teacher, if you stand and do the PowerPoint, they don't get it, they are not there, then what's the point in lecturing? ആ ഒരു ജനറേഷനെയാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജനറേഷന്റെ തിങ്കിങ്ങിനൊത്ത് തിങ്ക് ചെയ്യണം. So they don't interact with human. COVID have impacted a lot because these upcoming babies, the future college students, they are COVID babies, right? They are isolated in a room. They don't talk to people. Mama will make the breakfast and text you. COVID time il njangalu one text cheyum, family group chat, okay breakfast dinner is ready,
എന്നിട്ട് അവിടെ എല്ലാം തൂത്തിട്ട് അമ്മ പോയി അകത്തിരിക്കുമ്പോൾ മോൻ വന്ന് കഴിച്ചിട്ട് പോകും, റൈറ്റ്? പിന്നെ അമ്മ വെളിയിൽ വന്ന് എല്ലാം ഡിസിൻഫെക്ട് ചെയ്യും. മുഖം കാണാത്ത ജനറേഷൻ അല്ലെ? അപ്പൊ അതിന് പറ്റിയ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഉള്ള ഒരു ഗെയിമിംഗ് ആണ്. അപ്പൊ പഠിപ്പിക്കുന്നതെല്ലാം ഗെയിമിൽ കൂടെ. സോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എസ്കേപ്പ് റൂം എന്ന് പറയും. അങ്ങനെ പല ഗെയിം ഇവിടെ അമേരിക്കയിൽ ഒത്തിരി ഗെയിംസ് ഉണ്ട്. എസ്കേപ്പ് റൂം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഗെയിം ടു സ്റ്റാർട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് ഓൺലൈൻ എസ്കേപ്പ് റൂമാണ്. നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ പിള്ളേർ കളിക്കുന്ന ഗെയിമില്ലേ, അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് ഗെയിം പോലെ അവർക്ക് ഒരു ക്വിസ് ആൻസർ നമ്മൾ കുറച്ചൊരു കൺസെപ്റ്റ് പഠിപ്പിക്കും. ഒരു ബേസിക് കൺസെപ്റ്റ് പഠിപ്പിച്ചിട്ട് അല്ലെ പ്രീവിയസ് ക്ലാസ്സിൽ അവരെന്താ പഠിപ്പിച്ചത് അതിനെ ബേസ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലോട്ട് ഹയർ ഓർഡർ ഓഫ് തിങ്കിങ്ങിൽ പോവാം, മെമ്മറൈസ് ചെയ്യാതെ. അപ്പോൾ അവർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വെച്ചൊരു ക്വിസ്, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ അവർ ചെയ്ത് അത് ആൻസർ കറക്റ്റായ ദാറ്റ് വിൽ അൺലോക്ക്, അടുത്ത ഗെയിമിംഗ് റൂം അൺലോക്ക് ആവുക. അപ്പോൾ അവിടെ ചെല്ലുമ്പം ആ ഏരിയയിൽ അവർ കാണുന്ന പേഷ്യൻ്റ് നമുക്കത് ഫിസിക്കലി ക്ലാസ് റൂമിൽ ചെയ്യാം. ഇത്ര ഒരു പേപ്പർ കൊടുക്കും, അവർ ആൻസർ ചെയ്യും. ക്ലിനിക്കൽ എല്ലാം ചെയ്യാം. നമ്മളിങ്ങനെ ആൻസർ ചെയ്തപ്പോൾ അത് കറക്റ്റ് ആക്കിയാൽ അവിടെ ഇരുന്ന് കറക്റ്റ് ആക്കിക്കോണം. കണ്ടുപിടിച്ച് കറക്റ്റ് ആവുന്നവർക്ക് അടുത്ത റൂമിൽ പോകാൻ പറ്റും, ഫിസിക്കലി അടുത്ത റൂമിൽ പോകാൻ പറ്റും. അപ്പം അടുത്ത റൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ കുറെ പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ചിരിക്കുമായിരിക്കും. കുറെ സിനേറിയോ കൊടുത്തിട്ടുണ്ട്. ആ പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്ത് ആ ഔട്ട്കം വരണം. ഔട്ട്കം തെറ്റിയ വഴിയിലായിരിക്കും അവർ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. അങ്ങനെയല്ല, നമ്മളിപ്പോ ഒരു പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്തു, അവര് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ മറന്നു, ID ചെക്ക് ചെയ്യാൻ മറന്നുപോയി. അവിടെ ഇരിക്കുന്ന മെഡിസിൻ വേറെ പേഷ്യന്റ് മെഡറർ വന്നില്ലേ, അപ്പൊ ആ മെഡറിന്റെ കോംപ്ലിക്കേഷൻ വരും. അങ്ങനെ അങ്ങോട്ട് പോകും. ആ കോംപ്ലിക്കേഷൻ പിന്നെ അത് സിവിയർ ആയി പോകും. അവരപ്പൊ തെറ്റ് ചെയ്ത് പഠിക്കും. തെറ്റിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു മിസ്റ്റേക്ക് വന്നു. അങ്ങനെ മിസ്റ്റേക്ക് വന്നപ്പോ അവര് പിന്നെയും സ്ട്രഗിൾ ആയി കോംപ്ലക്സ് കേസിലോട്ട് പോവാ. പിന്നെ ഹാർഡ് അതായത് എൻക്ലെക്സിനും അങ്ങനെയല്ല, നമുക്ക് ആൻസർ തെറ്റി കഴിയുമ്പോൾ പിന്നെ കിട്ടുന്ന കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള രീതി. എൻക്ലെക്സിന് നേരെ തിരിച്ച ക്വസ്റ്റ്യൻ വരുമ്പോ ഈസിയാണ്, പക്ഷെ ഇത് സിനേറിയോ. അപ്പൊ നമ്മൾ പിന്നെ ഒരിക്കലും മറക്കത്തില്ല നമ്മുടെ കൈകൊണ്ട് ആ പേഷ്യന്റ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുവാണ് അവിടെ. അത് മറ്റേ നമ്മൾ ബുക്കിൽ പഠിക്കുന്നേ ഉള്ളു, ഇത് സംഭവിച്ച് നമ്മൾ തന്നെ അത് അനുഭവിച്ചു. ഈ മിസ്റ്റേക്കിന്റെ കോംപ്ലിക്കേഷനിൽ കൂടെ നമ്മൾ അതങ്ങ് പഠിച്ചു. മിസ്റ്റേക്സ് നമ്മൾ അവിടെ കുറച്ച് ബോക്സ് വെച്ചേക്കും. ഇവിടെ വന്ന് ഈ കൊടുക്കേണ്ട മെഡിസിൻ ഇതാണ്, പേഷ്യന്റ് ID ബാൻഡ് കറക്റ്റ് ആയിട്ട് വായിച്ചില്ല എന്ന് നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന ബോക്സ് ഈ കൊടുത്ത മെഡിസിനും വേറെ പേഷ്യന്റ് ആയില്ല. ഇപ്പൊ മെറ്റപ്രോളോ കൊടുത്താന്ന് വെച്ചോ, നമ്മൾ അടുത്ത ടാസ്ക് കൊടുക്കുന്ന ബോക്സിനകത്ത് കാണുന്നത് പേഷ്യന്റ് ബ്രേഡിക്കാർഡിയല്ല, വേണ്ടാത്ത പേഷ്യന്റ് അത് കൊടുത്തു. അപ്പൊ അത്രയും ബ്രേഡിക്കാർഡിയ കിടക്കുക. അപ്പൊ ബ്രേഡിക്കാർഡിയ പേഷ്യന്റ് എന്ത് ചെയ്യണം? അങ്ങനെ പോകും. മനസ്സിലായി? അത് ഇലക്ട്രോണിക്കലി ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ. അപ്പൊ ഗെയിം പിള്ളേർക്ക് ബോർ അടിക്കത്തില്ല. അപ്പൊ ദേ ലേണിംഗ്. എന്നാൽ അവർ കറക്റ്റ് ആയിട്ട് കൊടുത്ത ബ്ലഡ് പ്രഷർ കുറഞ്ഞു. പിന്നെ അന്നേരം അവര് ഹിസ്റ്ററി, ബാക്കി ഓരോ പേഷ്യന്റ് കെയർ കൊടുക്കാൻ എന്തൊക്കെ കെയർ ആണ് നെക്സ്റ്റ് ലെവലിലോട്ട് ആ കെയർ പേഷ്യന്റ് പ്രൈമറി ഡയഗ്നോസിസ് അനുസരിച്ച് നെക്സ്റ്റ് എങ്ങനെയാ ദേ വിൽ ഓൾസോ ഗെറ്റ് ടു ദ കോംപ്ലക്സ്. പക്ഷെ ഇവിടെ അവരുടെ മിസ്റ്റേക്ക് അവരൊരിക്കലും മറക്കത്തില്ല. ഹാർഡസ്റ്റ് പാർട്ട് തന്നെ മിസ്റ്റേക്കില്. അപ്പൊ ഇനി പേഷ്യന്റിന് കൊടുക്കുമ്പോ പിന്നെ അവർ അങ്ങനെ. സോ ക്ലിനിക്കൽ സീന് ഇപ്പൊ കേസ് സ്റ്റഡി വെച്ചല്ലേ പഠിപ്പിക്കുന്നത്. സോ ഇതേ കേസ് സ്റ്റഡിയാണ് നമ്മൾ എടുക്കുന്നത്. ആ കേസ് സ്റ്റഡി ഇവോൾവിംഗ് കേസ് സ്റ്റഡീസ് ആണ്. Then when they do everything correct, ഇവിടെ കൊടുത്ത ടാസ്ക് കറക്റ്റ് ആണെങ്കിൽ they enter the next room, they have to unlock that with another set of multiple choice question. അതൊരു സെലക്ട് ആൾട്ടർ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ബോട്ടായി ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ റോങ് ആയാൽ പോകുന്ന ഒരു ഈസി ടാസ്കിലോട്ട്. ക്വസ്റ്റ്യൻ കറക്റ്റ് അൺലോക്ക് ചെയ്യണേ കറക്റ്റ് ആകണം. അതിങ്ങനെ ഈസി കറക്റ്റ് ആവുന്നോടം വരെ നമ്മളെ പിന്നെയും വന്നോണ്ട് നമ്മൾ അവിടെ തന്നെ സ്റ്റക്കപ്പ് ആവും. കറക്റ്റ് ആവുന്നോടം വരെ ലേണിംഗ് ഫ്രം ഈച്ച് മിസ്റ്റേക്ക്. ദെൻ കറക്റ്റ് ആയ നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. അങ്ങനെ ദാറ്റ്സ് വാട്ട് എസ്കേപ്പ് റൂം ഈസ്. സോ ഇറ്റ്സ് ലേണിംഗ് ത്രൂ ഗെയിം. ദേ ആർ നോട്ട് ഗോണ ഗെറ്റ് ബോർഡ്. എന്നിട്ട് അതിന്റെ സെഷൻ കഴിഞ്ഞിട്ട് 15 minutes at the beginning of the class and in the middle another 15 minutes and end of the class 15 minutes. ഈ ടൈമിൽ നമ്മൾ സ്റ്റുഡൻസ് ഇന്ററാക്ട് ചെയ്ത് അവരുടെ ക്വസ്റ്റ്യൻസ് വാട്ട് ഡിഡ് ദേ ലേൺ ഡിസ്കസ് ചെയ്ത് ഡീപ് ഡൈവ് ആയിട്ട് പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പഠിപ്പിക്കാം. സോ ദാറ്റ് ദേ വോണ്ട് ബി ബോർഡ് ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ദേ ആർ ലേണിംഗ് മോർ ആൻഡ് മോർ. എക്സാക്ട്ലി. ഞാൻ അങ്ങനെ എൻ്റെ എൻക്ലെക്സ് ക്ലാസ്സുകളിൽ ഐ ഡു ദാറ്റ് എവറി ഡേ. ആൻഡ്
many students are passing. So I believe in it, but I cannot say that is an evidence-based practice yet because I'm not done my research officially yet. Because I'm working on it. അതിനെല്ലാവിധ മംഗളങ്ങൾ. അതൊരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. എനിവേ അതില് ഡോക്ടർ അതില് പരിപൂർണമായിട്ട് വിജയിക്കട്ടെ. പിന്നെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ, ഇപ്പം നാട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ വരും. ഇപ്പം നമ്മൾ ഡിഫറെന്റ് കൈൻഡ്, ഞാൻ CG NCLEX എക്സാം പാസ്സായി വന്നയാളാണ്. നാട്ടിൽ നിന്ന് ഒരാൾ കല്യാണം കഴിച്ചു, അതായത് നാട്ടിൽ നേഴ്സിംഗ് പഠിച്ച ഒരാൾ, യൂഷ്വലി അവർ ചിലപ്പോൾ ഒരു ഈവൻ സൂൺ ആഫ്റ്റർ ദ ഗ്രാജുവേഷൻ അവർക്ക് അവിടെ എക്സ്പീരിയൻസ് പോലും കാണത്തില്ല. അങ്ങനെ ഒരു കല്യാണം കഴിച്ച് ഇവിടെ വരുന്നവർ ഫേസ് ചെയ്യുന്ന, ഒത്തിരി പേര് പഠിക്കാൻ വരാറുണ്ടല്ലോ അടുക്കൽ, അങ്ങനെയുള്ള ഒരു ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഒരു ശരിക്ക് എനിക്കറിയാം ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ എന്നാലും ഒരു സമ്മറൈസ് അവർക്കൊരു അഡ്വൈസ് ആയിട്ട്. തീർച്ചയായിട്ടും കഴിയുന്നതും നാട്ടിൽ നിന്ന് തന്നെ NCLEX പഠിച്ച് കല്യാണം കഴിച്ചോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ യു ഹാവ് ടൈം. ആ വിസ പ്രോസസിങ് ടൈം ഇസ് ഗുഡ് ഇനഫ് ഫോർ യു ടു സ്റ്റഡി. അന്നേരം ഈ എല്ലാവർക്കും ഒരു മിസ്റ്റേക്ക് ചിന്ത ഉള്ളത്, അയ്യോ പ്രാക്ടിക്കം എക്സ്പീരിയൻസ് ഇല്ല, കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. NCLEX is for new grad. America designs NCLEX for newly graduated nurses to get the license. എന്നിട്ടുള്ള ആക്ച്വലി അമേരിക്കയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ന്യൂലി ഗ്രാജുവേറ്റ് ആൾക്കാർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന എക്സാമിന് വേണ്ടി നമ്മൾ എന്തിനു പ്രാക്ടിക്കും പോകണം? ഒരു കാര്യം എല്ലാവരും ചെയ്യേണ്ടത്, they don't know how American nursing is. അപ്പം എന്തെങ്കിലും ഈ സോണ്ടേഴ്സോ കുറെ ബുക്സ് നാട്ടിൽ തന്നെ അവൈലബിൾ ഉണ്ട്. കുറെ സോണ്ടേഴ്സ്, കാപ്ലാൻ, അങ്ങനെ കുറെ ബുക്കുകൾ നാട്ടിലുണ്ട്. അങ്ങനെ ഏതെങ്കിലും NCLEXന്റെ ബുക്ക് മേടിക്കുക, അല്ലെങ്കിൽ NCLEXന്റെ ഒരു നല്ല ക്വാളിറ്റി ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർസോ ബുക്സോ എന്തെങ്കിലും മേടിച്ച് കണ്ടന്റ് പഠിക്കുക. വാട്ട് ഈസ് ഇൻ ദ ബുക്ക്, ദാറ്റ്സ് വാട്ട് ഗോയിങ് ഫോർ ദ ടെസ്റ്റ്. പിന്നെ നാട്ടിലൊരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ അസസ്മെന്റ്സ്. ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യയിൽ നിന്ന് വരുന്ന നഴ്സസിന് ഇല്ലാത്തത് അസസ്മെന്റ് സ്കിൽ. കാരണം നാട്ടിൽ ഡോക്ടേഴ്സാണ് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നത്, എല്ലാം ഡിസിഷൻ മേക്കിംഗ് എല്ലാം ഡോക്ടേഴ്സാണ്. ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് തിങ്കിങ്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു മൈ പേഷ്യൻറ്റ്, അത് അസസ്മെന്റ് സ്കില്ല് നല്ല പോലെ പഠിക്കണം. എങ്ങനെ അസസ് ചെയ്യണം പേഷ്യന്റ്, എങ്ങനെ ഡിസിഷൻ എടുക്കണം. ഈ ഒരു സിനേറിയോ വന്നു, വാട്ട് ഈസ് ഗോയിങ് ഓൺ വിത്ത് മൈ പേഷ്യന്റ്, വാട്ട് ഷുഡ് ഐ ഡു, recognize the cues. That's what they have to do. Analyze the cues, recognize the cues, and take action. Respond immediately. Safety, that's the biggest concern, because the Board of Nursing exists for one reason, for the safety of citizens of United States. So be a safe nurse, do whatever is safe. Whenever you look at a question, pick the answer that keep the patient safe. Keep the patient alive, keep the patient with you, keep the patient safe. Then you got it. ആ ഒരു കൺസെപ്റ്റില് ഈ ബുക്സ് വായിച്ച് കഴിയുന്നതും പഠിക്കുക. നാട്ടിലിപ്പോൾ ഒത്തിരി NCLEX ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്. ഐ ഡോണ്ട് നോ ദ ക്വാളിറ്റി ഓഫ് ഇറ്റ്, ബട്ട് ഐ ഹേർഡ് ദർ ഇസ് ലോട്ട് ഓഫ് ദം. Some might be good, some might not be good. But hey, if it's not good, you know where to come. Right? Do you teach നാട്ടിലുള്ള പിള്ളേരെ പഠിപ്പിക്കാറുണ്ട്? സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാറുണ്ട്. അൺഫോർച്യുനേറ്റ്ലി എനിക്കിപ്പം ടൈം ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യൻ ടൈമിൽ ഞാൻ കൊടുക്കുന്നില്ല. അതെനിക്ക് ടൈം ഇല്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല. പക്ഷെ ചില കോളേജസ് എന്നെ എൻഡോഴ്സ് ചെയ്യുന്ന കോളേജസ് ഉണ്ട്. ചില നഴ്സിംഗ് സ്കൂൾസ്, പ്രൈവറ്റ് നഴ്സിംഗ് സ്കൂൾസ് ഉണ്ട്. വൺ ഓഫ് ദം ഇസ് ഫെയ്ത്ത് നഴ്സിംഗ് സ്കൂൾ ഇൻ ബാംഗ്ലൂർ. അനദർ വൺ ഇസ് ഇൻ ബോംബെ. I don't remember their name, but they're in Bombay. So those two, they will invite me for their seminars, and I adjust their time. And at night, I give the pep talk to the students who are interested to work in America. Just a little bit about NCLEX. അല്ലാതെ എനിക്ക് സ്റ്റുഡൻസ് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് കയറുന്ന കഴിഞ്ഞാൽ അവരുടെ എന്തായാലും they are planning to come to America. They are married to someone in America. ആ സ്ഥിതിക്ക് stay up all night. ഓൾ നൈറ്റ് വേണ്ട. എൻ്റെ ടൈമിംഗ് അനുസരിച്ച് 10 AM to 2 PM ആണ് എൻ്റെ ക്ലാസ്സസ്. ഇവിടുത്തെ ഇന്ത്യൻ ടൈം 10 AM to 2 PM. ദാറ്റ് മീൻസ് നൈറ്റിൽ 9 to a little late night വരെ ഇരിക്കണം. നൈറ്റിൽ ഇച്ചിരി ലേറ്റ് നൈറ്റ് വരെ ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാർ ഫോണിൽ ഇരിക്കുന്ന ടൈം മതി അല്ലേ, ഈവനിങ്. പിന്നെ രാവിലെ ജോലിക്ക് പോകുന്നവർക്കാണ് പാടാം. ജോലി ഇല്ലാതെ ഈ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് NCLEX പാസ്സാവുന്ന സ്റ്റുഡൻസ് ഒത്തിരി പേര് എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട് നാട്ടിൽ നിന്ന്. ദേ ഹാവ് ടു സ്റ്റേ അപ്പ് നൈറ്റ്, ഇങ്ങനെ 10 AM to 2 PM. So it's not a horrible time, but it is late night. അങ്ങനെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. They can sleep from 3 AM their time തൊട്ട്. പിന്നെ ഉറങ്ങാമല്ലോ, അവർ ഉറങ്ങി എണീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ് അവരുടെ നൈറ്റ് അല്ലേ. സോ അങ്ങനെയാണ് എൻ്റെ സ്റ്റുഡൻറ്റ്. എനിക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്, ബംഗ്ലാദേശിൽ നിന്നുണ്ട്, നേപ്പാളിൽ നിന്നുണ്ട്, പാകിസ്ഥാനിൽ നിന്നുണ്ട് സ്റ്റുഡൻസ്. പിന്നെ
ഈ മിഡിൽ ഈസ്റ്റ് ലോക്കലുള്ളവർ കുറെ പേരും വരുന്നുണ്ട്, പല കൺട്രിയിൽ നിന്നുണ്ട്. ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് ആരും അവിടുന്ന് ലോഗിൻ ചെയ്യുന്നില്ല. അപ്പൊ ഡോക്ടർ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് സൂമിൽ they will join through Zoom. പക്ഷെ സൂമിലാണെങ്കിൽ എന്റെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഓൺലൈൻ ആണ്. സോ they participate in that because they all will get the code and they do the same game. കമ്പ്യൂട്ടറിലാണ്, everything is in computer, so they do it same pattern. Right? അങ്ങനെയാ അവര് പഠിക്കുന്നത്. ഞാൻ ലെക്ചറിങ്ങും ചെയ്യും, രണ്ടും വേണമല്ലോ, കാരണം നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് ഫുൾ ഇവിടുത്തെ പിള്ളേരെ പോലെ 15 മിനിറ്റ് ലെക്ചർ ചെയ്തിട്ട് ഗെയിം പറ്റത്തില്ല. സോ കൂടുതൽ ടൈം ഞാൻ പവർ പോയിന്റ് ലെക്ചർ തന്നെയാണ് ചെയ്യുന്നത്. കാരണം മെജോറിറ്റി ക്രൗഡ് ഇസ് എ പവർ പോയിന്റ് ലെക്ചർ ഗ്രൂപ്പ് because they need PowerPoint, that's only way they understand it. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഗെയിമിംഗ് ഞാൻ അവരിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇറ്റ് ഈസ് വർക്കിംഗ്. സോ മറ്റുള്ള നോൺ ട്രഡീഷണൽ ആൾക്കാർക്കും പറ്റും. ട്രഡീഷണൽ അമേരിക്കൻസ് അല്ല, നോൺ ട്രഡീഷണൽ ആൾക്കാർക്കും പറ്റും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് വരുന്നു. ഇനി റിയൽ റിസർച്ച് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയാണ്. സോ ഓൺലൈനിൽ അങ്ങനെ ചെയ്യും. പിന്നെ ഇൻ പേഴ്സൺ വരേണ്ടവരെല്ലാം ഇൻ പേഴ്സണിൽ വരും. ലോക്കൽ ആൾക്കാർ ജോലിയുള്ളവര് they will zoom in and listen to the class. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ബേബി സിറ്റിംഗ് ഒക്കെ ഉണ്ട്, they can zoom in ലോക്കലുള്ളവര്. എന്നാലും ഇൻ പേഴ്സൺ വരുന്നവരുമുണ്ട്. അങ്ങനെയാ എൻക്ലെക്സിന് നടക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കുറെ ന്യൂ പ്രോഗ്രാംസ് ഇടുന്നുണ്ട്. ലോഞ്ച് ചെയ്യാൻ പോവാണ്. മെഡിക്കൽ അസിസ്റ്റന്റ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്, ബില്ലിംഗ് ആൻഡ് കോഡിംഗ്, മെഡിക്കൽ ഓഫീസ് അസിസ്റ്റൻസ്. അതിന്റെയൊക്കെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇമിഗ്രന്റ് ആയിട്ട് വരുന്നവർക്ക് ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ഐ എം പുഡിങ്. കാരണം ഇപ്പോൾ ഒത്തിരി പേര് ഫാമിലി ഫയൽ ചെയ്ത്, നമ്മളൊക്കെ വന്ന സമയത്തുള്ളവരെല്ലാം ഫയൽ ചെയ്തിട്ട് റിലേറ്റീവ്സ് വരുന്നവരുണ്ട്. അപ്പൊ അവർക്ക് നാട്ടിൽ നല്ലൊരു പ്രൊഫഷൻ ആയത്, നാട്ടിലൊരു 50-55 വയസ്സാകുമ്പോൾ റിട്ടയർഡ് ആവും. അപ്പൊ ഇവിടെ വരുമ്പോൾ നല്ല പെൻഷൻ മണി ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഡോളർ വേണ്ടേ. സോ ദേ ഹാവ് ടു വർക്ക്. സോ ദീസ് കോഴ്സസ് ദാറ്റ് ഐ ഓഫർ, 1 month കോഴ്സ്, CNA ഇഷ്ടമാണെങ്കിൽ 1 month കോഴ്സ്. ഇപ്പൊ നഴ്സിംഗ് നാട്ടിൽ നിന്ന് വരുന്നവരെ എങ്ങനെയാ ചെയ്യുന്നത്, ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ദേ വിൽ ടേക്ക് either CNA കോഴ്സ് ഓർ ടെലിമെട്രി. വൺ ഓഫ് ദ കോഴ്സ് എടുത്ത് they will start working 1 day a week. They need some income. 1 day a week ജോലി ചെയ്തിട്ട് they will study NCLEX. So 4 months കഴിയുമ്പം they get used to the American culture. They can pass. It's not easy. It is struggle. Nothing is easy in this. അങ്ങനെ നാട്ടിൽ നിന്ന് വരുന്നവർ ഒത്തിരി പേര് നേഴ്സസ് അല്ലാത്തവരും ഒത്തിരി പേർക്ക് അത് ഹെൽപ്ഫുൾ ആണ്. ഈ ടെലിമെട്രി ടെക്നീഷ്യൻ, CNA, നഴ്സിംഗ് മൈൻഡ് ഉള്ളവർക്ക് ആ CNA, അല്ലാതുള്ളവർക്ക് ഞാൻ മനസ്സിലാക്കിയ ജെന്റിൽമെൻസ് ആണുങ്ങളില്ലേ നാട്ടിൽ നിന്ന് വരുന്ന ഫാമിലി, അവർക്ക് പേഷ്യന്റ് കെയർ ഒന്നും പറ്റത്തില്ലല്ലോ. സോ ടെലിമെട്രി ടെക്നീഷ്യൻ ഇസ് എ ഗുഡ് കോഴ്സ് ഫോർ EKG ടെക്നീഷ്യൻ, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ടു ടച്ച് ദ പേഷ്യന്റ്, റൈറ്റ്? അതുകൊണ്ട് ഇച്ചിരി കമ്പ്യൂട്ടറിലൊക്കെ ജോലിയുണ്ട്. ഇവിടെ വന്ന് ലാംഗ്വേജ് ആണ് ഒരു പ്രശ്നം. അമേരിക്കയിൽ നിൽക്കണം, അവരുടെ ഫേവറേറ്റ് പൊസിഷനിലോട്ട് എത്താൻ സമയം എടുക്കുമല്ലോ. അതിനു മുമ്പ് എന്റെ നാട്ടിലാണ് റിട്ടയർ ആയത്, 50 വയസ്സൊക്കെ ഉണ്ട്. ഇനിയിപ്പം ജസ്റ്റ് പിള്ളേർക്ക് വേണ്ടി അമേരിക്ക വന്നു, ഒരു ജോലി ഇവിടെ സർവൈവ് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ഈ ടെലിടെക് നല്ലതാണ്. കാരണം എനിക്ക് ഒത്തിരി ഹയറിംഗ് എൻക്വയറീസ് വരുന്നുണ്ട്. ഡയറക്റ്റ് ക്യാമ്പസ് ഹയറിംഗ് ഒത്തിരി നടക്കുന്നുണ്ട്. ഇപ്പോ ആക്ച്വലി ലാസ്റ്റ് വീക്ക് മെഡിക്കൽ സെന്റർ നീഡ് 9 positions now as of now. So none of my students will be hired soon. So അങ്ങനെ ഡിമാൻഡ്സ് വരുന്നുണ്ട്. ഹോസ്പിറ്റൽസ് തന്നെ സീക്ക് ചെയ്ത് വരുന്നുണ്ട് ടെലിമെട്രി ടെക്നീഷ്യനായിട്ട്. വലിയ ഹോസ്പിറ്റലൊക്കെ ഒത്തിരി പേരെ വേണമല്ലോ. അതൊരു നല്ല ഓപ്ഷനാണ്. വലിയ ലാംഗ്വേജ് ഇല്ലെങ്കിലും വി ആർ ലുക്കിംഗ് അറ്റ് ദ മോണിറ്റർ. ഫോണിലെ ടെലിഫോൺ എറ്റിക്യൂട്ടി മതിയല്ലോ. ടെലിഫോൺ എറ്റിക്യൂട്ടിയും ജസ്റ്റ് ആ ഏത് ഋതുവാന്ന് പറയണം. അത് കോഴ്സ് കഴിയുമ്പോൾ പഠിക്കും. ദാറ്റ്സ് വൺ ഓഫ് ദ ഗുഡ് തിങ്. ആൻഡ് മെഡിക്കൽ അസിസ്റ്റന്റ് പ്രോഗ്രാം, MA പ്രോഗ്രാം ഇസ് ഗുഡ് വൺ. അത് ശരിക്കും എൻക്ലെക്സിന് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ നല്ലൊരിതാണ്. അങ്ങനെ ഉള്ള ലാംഗ്വേജ് എക്സ്പോഷർ ആകും. പിന്നെ ഐ മീൻ ഓഡിറ്റ്സ് ഒക്കെ ഫെമിലിയർ ആകും. എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെയാണ് ഇവിടുത്തെ പേഷ്യന്റ് കെയർ വേൾഡ്. ഇഫ് ദേ ഡോണ്ട് വാണ്ട് റൈറ്റ് എൻക്ലെക്സ് റൈറ്റ് അവേ, അതൊരു ഓപ്ഷൻ ആണ്. പക്ഷെ ഏറ്റവും എളുപ്പം ഒന്നും വേണ്ട, ആദ്യം ഫോക്കസ് സ്റ്റഡി ഓൺ ദിസ്. നാട്ടിൽ നിന്ന് പറ്റുമെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ പാസ്സായിട്ട് വരിക, അതാണ് ഏറ്റവും നല്ല. ഇവിടെ വരുമ്പം യു വിൽ ഹാവ് എ ജോബ് ഇൻ ഹാൻഡ്. കാരണം ലൈഫ് സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. നമ്മള് അമേരിക്ക സ്വപ്നം കണ്ടുവരുന്ന അതുപോലെ ആയിരിക്കത്തില്ല എല്ലാവരും ജോലി ചെയ്തിരിക്കണം. അപ്പൊ ഒരു ഫാമിലിയിലോട്ട് വരുവാണ്, ഹസ്ബൻഡും ഇൻലോസും എല്ലാവരും ജോലി ചെയ്യണം. അതിനിടയ്ക്ക് ഇപ്പം നമ്മൾ മാത്രം ജോലി ചെയ്യാതിരിക്കുമ്പം അത് നമ്മൾക്ക് ഒത്തിരി ഒരു അവർക്കും ബേർഡനാവും, നമ്മൾക്കും ബേർഡനാവും. നമ്മളെ ഇമോഷണലി അത് ഒത്തിരി ടോർച്ചറിങ് ആയിട്ട് തോന്നും. നമ്മള് അതായത് നമുക്ക് എൻക്ലെക്സിൽ
പഠിക്കണം. അപ്പൊ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാനായിട്ട് പരിമിതിയുണ്ട്. അതെ, ഇപ്പോഴത്തെ ജനറേഷൻ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വീട്ടില് മമ്മി കൊച്ചിൻ BSc നഴ്സിംഗിന് കിട്ടും അല്ലെ ഏതെങ്കിലും നഴ്സിംഗിന് കൊണ്ട് മമ്മി അടുക്കള കയറ്റാതെ നെയിൽ പോളിഷ് പോകാതെ വളർത്തുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം. എനിക്കും കുഞ്ഞുങ്ങളുള്ള നമ്മളെല്ലാരെയും അങ്ങനെ വളർത്തുന്നത്. നാട്ടിലും അങ്ങനെ തന്നെ. ആ കുഞ്ഞിനെ അമേരിക്കൻ ഡ്രീമിൽ കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പം ജോലിക്ക് പോകണം. എവിടെയാ? വാൾമാർട്ടില്. ദേ കനോട്ട് അഡ്ജസ്റ്റ് ഇറ്റ്. പിന്നെ വീട്ടിൽ വരുന്ന നാട്ടിലുള്ള എല്ലാ വീട്ടിലും ജോലിക്കാരുണ്ട്. മാത്രം എൻ്റെ ഇവിടെ വന്നൊരു കൊച്ച് NCLEX പാസ്സാവാൻ ഡിലേ ആവാൻ ഒരേ ഒരു കാരണം, അത് വന്നു നല്ല ഒരു ഫാമിലിയിലാണ്. അവരുടെ കൊണ്ടുവന്ന ഫാമിലി നല്ല സപ്പോർട്ടീവാണ്. ഹസ്ബൻഡും വൈഫും നഴ്സസായി. ഈ കൊണ്ടുവന്ന ഫയൽ ചെയ്ത് കൊണ്ടുവന്ന ഫാമിലി അതിൻ്റെ ആ ഒരു എനിക്കറിയാവുന്ന ഒരു നഴ്സിൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ സിസ്റ്റർ അവർ ചേട്ടത്തി അനിയത്തിയല്ലേ. അപ്പം ഈ കൊച്ചു നാട്ടിലെ മമ്മി ജോലിക്കാരിയെ കൊണ്ടെല്ലാം ചെയ്യുന്ന കണ്ടിട്ടേ ഉള്ളൂ. ഇവിടെ വന്നപ്പം ആ പുള്ളിക്കാരി നൈറ്റിന് പോകുന്ന കാരണം മമ്മി പാത്രം കഴുകുന്നത് കുഞ്ഞു കണ്ട് ഭയങ്കര കരച്ചില്. എൻ്റെ അടുത്ത് ക്ലാസ്സിൽ വന്നത് എൻ്റെ മമ്മി ആ എച്ചില് പാത്രത്തിൽ തൊട്ടു. എൻ്റെ മോളെ ഇത് അമേരിക്കയാ, അത് ഇങ്ങനെ ഒന്ന് വെള്ളത്തിൽ കാണിച്ചിട്ട് അത് നമ്മൾ ഡിഷ് വാഷറിൽ വെക്കുന്നതേ ഉള്ളൂ. അതിന് ഇത്രയും സെൻസിറ്റീവ് ആവേണ്ട കാര്യമില്ല. ഒരു വീട്ടിൽ അവർ ഫ്രീ ആയിട്ട് ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന എത്ര രൂപയാണെന്ന് വിചാരം? ഒന്ന് ഇത് ചെയ്യണ്ടേ? കരച്ചിൽ. എനിക്ക് ജോലിക്ക് പോകണം. അത് ഞാൻ പറഞ്ഞു മോള് CNA കോഴ്സിന് പിന്നെ ചേരാം. ഇപ്പൊ മോള് 4 മാസം എടുത്ത് നല്ല പഠിക്കുന്ന കുട്ടിയാ. പഠിച്ച് NCLEX എഴുതും. 4 മാസത്തേക്ക് ആന്റിയുടെ വീട്ടിൽ നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നിന്നോ? കേട്ടില്ല. ആ കൊച്ചു CNAക്ക് തന്നാൽ മോൾ ഇപ്പോഴെങ്കിലും ഈ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ മമ്മി പാത്രം കഴുകുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ നടക്കത്തില്ല. കാരണം അപ്പാർട്ട്മെന്റിന് ഇത്ര പൈസ, പിന്നെ കാറ് വേണം, എന്തെല്ലാം വേണം. അപ്പൊ നിക്കുവോ? ഈ CNAയുടെ 2 രൂപ കൊണ്ട് നിൽക്കുവോ? എന്റെ മമ്മിക്ക് പ്രായമായി. മമ്മി അങ്ങോട്ട് 50 വയസ്സ് ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ നാട്ടിലത് വലിയ പ്രായമാ. അങ്ങനൊന്നും മമ്മി ജീവിച്ചല്ല. ഇതാന്നും പറഞ്ഞുകൊണ്ട് മമ്മിയെ ജോലിക്ക് വിടാൻ പറ്റത്തില്ല. കൊച്ചു വാശിക്ക് പോയി CNA എടുത്ത്, ഓവർ ടൈം എടുത്തു, വീടെടുത്തു, കാർ എടുത്തു. കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം വന്ന് NCLEX എടുത്തിട്ട് പോയി. അന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞതാ, അന്ന് CNA എടുത്തിട്ട് പോയി. CNA പിന്നെ പറഞ്ഞു, അയ്യോ എന്റെ മാഡം ഞാൻ സ്റ്റക്കായിപ്പോയി. അന്ന് മാഡം പറയേണ്ട കേൾക്കേണ്ടതായിരുന്നു. അത്രയും ലൈഫ് ഡ്രാഗ് ചെയ്തു. അതാണ് ഇവിടെയുള്ള പ്രധാന ഒരു കാര്യമാണ്. കാരണം പല ഫാമിലിയും ഫയൽ ചെയ്ത് ആൾക്കാരെ കൊണ്ടുവരും. ഫയൽ ചെയ്ത് കൊണ്ടുവരുമ്പം നമ്മൾ വരുന്ന വീട്ടില് അവര് ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ അവര് വേറൊരാളെ നമ്മുടെ വീട്ടിലോട്ട് അക്കോമഡേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പം നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇത് പറയുമ്പോ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡിന്റെ ബ്രദേഴ്സ് ഒക്കെ വന്ന്, അതായത് ഒരു 20 പേര് എന്റെ വീട്ടിൽ 1 വർഷം താമസിച്ചതാണ്. പക്ഷെ എനിക്ക് അവരൊക്കെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നവരായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രയാസവും ബുദ്ധിമുട്ട് അവർക്കുണ്ടായോന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഐ എൻജോയ്ഡ് ഇറ്റ്. നമുക്ക് നമ്മൾ അറിയുന്നില്ല നമ്മളിലുള്ള കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. ദേ സെൻസ് ഈ പറഞ്ഞ ആ ഒരു നഴ്സ് ഫാമിലി, ദേ ആർ വെരി ഗുഡ് പീപ്പിൾ. നല്ല മനുഷ്യരാണ്. ദേ ലിവിങ് ഇറ്റ്, അലോവിങ് ദം ടു ബി ഫീൽ അറ്റ് ഹോം. ഈ കൊച്ചിന്റെ മമ്മിക്ക് അത് ഫീൽ ഇല്ല. കൊച്ചിനാണ് ഫീല്. മമ്മി വേലക്കാരിയൊക്കെ വെച്ച് വീട്ടില് ചെയ്തോണ്ടിരുന്ന, അപ്പം എന്റെ മമ്മി വേറൊരാളുടെ പാത്രം കഴിയുന്ന കാണുമ്പോ കൊച്ചിനാണ് പ്രയാസം. പേരൻസ് ഒക്കെയാണ്. പേരൻസ് അഡൾട്ട് മൈൻഡ് സെറ്റ്, മെച്യൂർ തിങ്ക്. എന്റെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് പാസ്സായി എഴുതാമല്ലോ, അത് കുഞ്ഞിന് മനസ്സിലാവണ്ടേ? അങ്ങനെയുള്ള ഇമോഷനൊക്കെ ഒന്ന് മെച്യൂരിറ്റി എടുത്ത്, ദിസ് ഇസ് ഡിഫറെന്റ് ലൈഫ്, യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു കിച്ചൺ, റൈറ്റ്? ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. അല്ല, കിച്ചണല്ല, ഇവിടെ എല്ലാ ജോലിയും നമ്മൾ തന്നെ ചെയ്യണം. ഒരു കാറിന് ഒരു പ്രശ്നം വന്നെങ്കിൽ അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് വീട്ടിൽ എന്തെങ്കിലും AC-ക്ക് പ്രശ്നം വന്ന് അതൊക്കെ ആദ്യം നമ്മൾ നോക്കിയിട്ട് പറ്റത്തില്ലെങ്കിലേ നമുക്ക് എല്ലാം ഡോളർ കൊടുക്കണം. അല്ലെ നമ്മൾ വേറൊരാളെ വെളിയിൽ നിന്ന് വിളിക്കത്തുള്ളൂ. അതുപോലെ തന്നെ പിള്ളേരുടെ കാര്യങ്ങളാണെങ്കിൽ എല്ലാം നമുക്ക് ഇവിടെ ജോലിക്കാരൊന്നുമില്ല. ജോലി കഴിഞ്ഞാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. ചിലപ്പോ തോന്നും, എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഒരു 4 കൈ ഉണ്ടായിരുന്നെങ്കിൽ. അതെ, നാട്ടിലെ വർക്കിംഗ് വുമൻസ് ക്യാൻ അഫോർഡ് വേലക്കാരെ വെക്കാം. അത്യാവശ്യം തൂപ്പും തുടപ്പില്ല, നമ്മൾ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ ബിസി ലൈഫ് എവറിബഡി. അപ്പൊ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ഫാമിലിയിൽ ചെല്ലുമ്പം, അവരുടെ വീട്ടിലെല്ലാവരും കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഓഫ് കോഴ്സ് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. കൾച്ചറൽ ഡിഫറൻസ് നമ്മളിങ്ങനെ മണവാട്ടി ആ എക്സ്പെക്ടേഷനിൽ വരാൻ പാടില്ല. നമ്മൾ വീട്ടില് അംഗമായിട്ട് വരണം. നാച്ചുറലി വരുന്ന അന്ന് തൊട്ട് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത്, അതെന്നെ അമ്മായിയമ്മ ഭയങ്കരന്നല്ല, അമ്മായിയമ്മ വന്നു കഴിഞ്ഞാൽ അടുക്കള കറുത്ത ഞാൻ അവിടുത്തെ, നോ, യു ഹാവ് ടു
റൈറ്റ്? ഉം. യു ഹാവ് ടു ഹാൻഡിൽ എവറിത്തിങ്. ഉം. എല്ലാത്തിനും തന്നെത്താൻ ഹാൻഡിൽ ചെയ്ത് പഠിക്കണം. പിന്നെ അതുപോലെ സപ്പോർട്ടീവ് ഹസ്ബൻഡ് ആണ്. ഫാമിലി ഇൻലോസിന് നല്ല ഫൈനാൻഷ്യലി സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി ഹാർഡ് within 4 months without doing a job, pass NCLEX within 3 months or 4 months. That's enough. Hey, ഞാനിവിടെ വന്നിട്ട് 15 ഡേയ്സിനകം NCLEX എഴുതി. You can do it if you have a heart. Yes. Where there is a will, there is a way. Okay. Right? Nothing is impossible. Just put apostrophe I am possible and you can. Everything is possible. Okay. എനിവേ ഇത് വളരെ നല്ല നല്ല ഒരു എനിക്കത് മീൻസ് ഇത്രയും ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചല്ല ഇവിടെ വന്നത്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഓഡിയൻസിന് എനിക്ക് കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. കാരണം എനിക്കറിയാം ഇത് പലർക്കും വളരെ പ്രയോജനപ്പെട്ട് ഇനിയും എനിക്കറിയാം നിങ്ങൾക്കൊക്കെ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. ഇനിയും ഒരു ഇൻ്റർവ്യൂ ഡോക്ടറുമായിട്ട് ചെയ്യണമെങ്കിൽ പോലും ഞാൻ റെഡിയാണ്. അതായത് ഡോക്ടർ ഇവിടെ പല കോഴ്സുകളും ചെയ്യുന്നുണ്ട്. ഓരോന്നിൻ്റെയും പ്രോൺസ് ആൻഡ് കോൺസ് ഈ ലിമിറ്റഡ് ടൈമിൽ വിശദമായിട്ട് പറഞ്ഞു. കാരണം ഡോക്ടർ വളരെ ബിസിയുള്ള ഒരാളാണ്. എന്നിട്ടും നമുക്ക് ഇത്രയും സമയം തന്ന് അതുപോലെ ഇനിയും പല സംശയങ്ങളുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ പ്രോഗ്രാമുകൾ ചെയ്യാൻ റെഡിയാണ്. കാരണം ഞങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ ഇപ്പൊ ഡോക്ടർ കടന്നുപോയ വഴികൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇത്രയും പ്രയാസങ്ങളൊന്നും അനുഭവിച്ചില്ല. കാരണം ഞാൻ എല്ലാ എക്സാമും പാസ്സായി വീടോടെ ഇങ്ങോട്ട് വന്നൊരു വ്യക്തി ആയതുകൊണ്ട് അത്രയും ഞാൻ പ്രയാസം അറിഞ്ഞില്ല. പക്ഷെ ഡോക്ടർക്ക് വേറെ ഒരു കാര്യമുണ്ട്. ഇത്രയും പഠിച്ച് ഇതെല്ലാം എത്താൻ കാരണം ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇല്ലോസ് ഉണ്ടായിരുന്നു, പേരൻസ് ഉണ്ടായിരുന്നു, വളരെ സപ്പോർട്ടീവ്, അങ്ങനെ സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ നമുക്ക് പലർക്കും ചിലപ്പോൾ എന്റെ കാര്യം വെച്ചാൽ എനിക്ക് ആരുമില്ലായിരുന്നു, ഞങ്ങളെല്ലാം തന്നെയായിരുന്നു ചെയ്തത്. അപ്പൊ അങ്ങനെ നമുക്ക് എവിടെയാണ് ആരിൽ നിന്നാണെന്നല്ല, ആരിൽ നിന്നും നമ്മൾ ഹെൽപ്പ് സ്വീകരിക്കാം. ചിലപ്പോൾ നമുക്ക് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ആർക്കെങ്കിലും അത് തിരിച്ചു ഇപ്പൊ ഡോക്ടർ അതാണ് ചെയ്യുന്നത്. ഇപ്പൊ അനേകായിരങ്ങളെ NCLEX പാസ്സാകാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, അത് മാത്രമല്ല നാട്ടിൽ വരുന്നവർക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാകണമെന്ന് വിചാരിച്ച് ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോഴ്സസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ്. അതുപോലെ തന്നെ ഹൈസ്കൂളിലുള്ള പിള്ളേർക്ക് ഇങ്ങനെ പലരും നേഴ്സിങ്ങിന് പോണ പേരൻസ് ഫോഴ്സ് ചെയ്ത് പോകുന്നു. അതെന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അവർ പോകുന്നത്. പക്ഷേ ഡോക്ടറുടെ ഈ കോഴ്സ് വഴി ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു നേഴ്സ് എന്താണ് ചെയ്യുന്നത്, ഞാനും ഒക്കെ നേഴ്സിന് കയറിയപ്പോൾ മരുന്ന് മാത്രം പെറുക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് വിചാരിച്ചു പോയ ഒരാളാണ്. പക്ഷെ എന്റെയൊക്കെ സമയത്ത് നേഴ്സിങ്ങിന് പഠിക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരിക എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഏതാണ്ട് ഒപ്പിച്ചിട്ട് നമുക്കൊരു ബ്ലാക്ക്, അതുകൊണ്ട് പേടിച്ച് അവിടെ നിന്ന വ്യക്തികളാണ് ഞങ്ങളൊക്കെ. അപ്പൊ അതല്ല, ഇപ്പൊ കൂടുതൽ ഫ്രീഡം ഉണ്ട്. പക്ഷെ എന്നാലും ഫൈനാൻസ് ഈസ് ഫൈനാൻസ്. നമ്മൾ കുറെ പൈസ മുടക്കി അവിടെ പോയി കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യുന്നേക്കാളും നല്ലതാണ് ഇതുപോലെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് നേഴ്സിംഗ് എന്താണെന്ന് മനസ്സിലാക്കി പിന്നെ മുമ്പോട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതാണ്. ഇവിടെ ഡോക്ടർക്ക് വിശാലമായിട്ടൊരു ഷോറൂമാണ്. എനിക്കിത് കണ്ടപ്പോൾ അയ്യപ്പാസ് പോലെയാണ് ഫീൽ ചെയ്ത്. പുറത്തുനിന്ന് കണ്ടിട്ട് വളരെ ചെറുത്, പക്ഷെ അകത്തോട്ട് കയറുമ്പോൾ വളരെ വിശാലമാണ്. ഡിഫറെന്റ് ക്ലാസ് റൂമും എങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്, എന്തൊക്കെയാണ് കോഴ്സ് കൊടുക്കുന്നത്, ഇതൊക്കെ നമുക്ക് അകത്തോട്ട് കയറി കാണാം. അത് ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഇത് നിങ്ങൾക്ക് പ്രയോജനമായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞങ്ങളെ കഴിയാവുന്ന വിധം ഹെൽപ്പ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.